മഹാരാജാവ് ആ മഹാദിവസത്തിൽ മഹത്തായ ഒരു വിളംബരം നടത്തി. സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ മഹത്വത്താലും ശക്തിയാലും അഭിഷേകത്താലും ഞങ്ങളെ നിറയ്ക്കുവാനായിട്ട് അവിടുത്തെ പദ്ധതിയെ അയച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രിയപുത്രനായ ഈശോയിലൂടെ വരവദാനമായി നൽകി അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും വീണ്ടും നിറയ്ക്കണമേ. അവിടുത്തെ പ്രിയപുത്രനായ ഈശോയിലൂടെ നടന്ന ആ ദിവ്യ ബലിയുടെ മുഴുവൻ ഐശ്വര്യത്തിലേക്കും വിശ്വാസത്താൽ പ്രവേശിക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് കൃപ ചെയ്യുമാറാകണമേ. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യ ബലികളുടെയും ഐശ്വര്യത്തിലേക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയും ജാതികൾ പോലും അങ്ങേക്ക് അങ്ങയുടെ മുമ്പിൽ കാഴ്ചകൾ കൊണ്ടുവരുമെന്നുള്ള പ്രവചനം പോലെ അവിടുത്തെ മഹത്തമായ ശക്തി ഞങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കുമാറാകണമേ. ഇന്നത്തെ ഈ ശുശ്രൂഷയില് എല്ലാ മക്കൾക്കും വചനത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം കൊടുക്കണമേ. എല്ലാ ഹൃദയങ്ങളോടും ഇടപെടണമേ, സംസാരിക്കണമേ. സൂം ലൈവിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഫേസ്ബുക്കിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് എല്ലാവരെയും തൃക്കൻ പാർക്കണമേ. എല്ലാവരോടും കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ ഈശോയുടെ നാമത്തെ ഉയർത്തണമേ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട എന്നാൽ അത്ര കണ്ട് പ്രാധാന്യം നമ്മൾ നൽകിയിട്ടില്ലാത്ത ഒരു വിഷയത്തിന്റെ വിശദീകരണത്തിലേക്കാണ് നമ്മൾ ഈ മിനിറ്റുകളിൽ കടന്നു വരുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, യേശുക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച ദിവ്യ ബലിയിലൂടെ നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നു. ഹെബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തില് നമ്മൾ കാണുകയായിരുന്നു, ഒരിക്കലായി എന്നേക്കുമായിട്ട് അവിടുത്തെ ശരീരം ബലിയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യ ചിന്തയായിട്ട് ഹെബ്രായ ലേഖനം തന്നെ എടുക്കാം. ഹെബ്രായ ലേഖനത്തിന്റെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഹെബ്രായർക്ക് എഴുതിയ ലേഖനമായിരിക്കും. അതുകൊണ്ട് ഹെബ്രായ ലേഖനം നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാല്, അല്ലെങ്കിൽ സ്ക്രീനിൽ ഞാൻ ആ വാക്യങ്ങൾ തരാം, നിങ്ങൾക്ക് അപ്പോൾ അത് വായിക്കുവാനായിട്ട് കഴിയും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവിടുന്ന് ഏക ബലി സമർപ്പണം വഴിയായി എന്നേക്കും പരിപൂർണരാക്കിയിരിക്കുന്നു. നിങ്ങൾ ആ വാക്യം സ്ക്രീനിൽ വരുമ്പോൾ എന്നോട് ചേർന്ന് വായിക്കുക. വിശുദ്ധീകരിക്കപ്പെടുന്നവരെ, 14-ാമത്തെ വചനം, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. അപ്പൊ ഏക ബലി സമർപ്പണത്തിലൂടെ ഹെബ്രായർ 10:14 സ്ക്രീനിൽ മുഴുവനായിട്ട് കിട്ടുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കും പരിപൂർണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു. അപ്പൊ ഇതാണ് വചനം നമ്മോട് സംസാരിക്കുന്നത്. ഏക ബലി സമർപ്പണത്തിലൂടെ
അത് നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. വിശദീകരിക്കപ്പെടുന്നവരവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കും പരിപൂർണരായിരിക്കും. അപ്പൊ ഏക ബലി സമർപ്പണം വഴി എന്നേക്കും പരിപൂർണരായെങ്കിൽ ഓക്കെ, വീണ്ടും വീണ്ടും എന്ത് ബലിയാണ് ഈ അർപ്പിക്കുന്നത്? അപ്പൊ വീണ്ടും വീണ്ടും അർപ്പിക്കുന്ന ആ ബലിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? ഏക ബലിയിലൂടെ റിസൾട്ട് നടന്നെങ്കിൽ പിന്നീട് എന്താണ് എല്ലാ ആഴ്ചയിലും ഈ ബലിയർപ്പണത്തിന്റെ ആവശ്യം? അല്ലെങ്കിൽ എന്താണ് ഈ എല്ലാ ആഴ്ചയിലും അർപ്പിക്കപ്പെടുന്ന ബലി? ഈ ചോദ്യം ദീർഘനാളുകൾ എന്റെ ചോദ്യമായിരുന്നു. കാരണം എന്റെ അന്നത്തെ കത്തോലിക്ക സ്നേഹിതരെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ പോവുകയാണ്. അപ്പൊ പെന്തിക്കോസുകാരനായ ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു, ഹെബ്രായർ 10:14 ഏക ബലിയർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ എല്ലാ ആഴ്ചയിലും ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ഏക ബലിയിൽ വിശ്വസിച്ചാ പോരായോ? വീണ്ടും വീണ്ടും ബലി അർപ്പിക്കുന്നതിലൂടെ നിങ്ങൾ യേശുവിനെ ക്രൂശിക്കുകയല്ലേ വീണ്ടും വീണ്ടും ചെയ്യുന്നത്? യേശുവിനെ വീണ്ടും വീണ്ടും ബലിയാക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്നെ പോലെ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തമായിരിക്കുന്ന ഒരുപാട് പേര് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നുണ്ടാകാം. അപ്പം എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് ഒരിക്കലായി എന്നേക്കുമായി യേശു അർപ്പിക്കപ്പെട്ട ബലി പുരോഹിതന്മാരാൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുവോ എന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഇന്നത്തെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:14 നമ്മൾ കണ്ടു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:10 നമ്മൾ കാണുകയാണ്. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴിയായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ വാക്യത്തിൽ തന്നെയാണ് അതിന്റെ ഉത്തരവും കിടക്കുന്നത്. നമ്മുടെ ചോദ്യത്തിന് തന്നെ ഉത്തരം ഈ വാക്യത്തിൽ തന്നെയുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇനി ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ആ വാക്യത്തിനാണ് രണ്ട് കാര്യം അപ്പോസ്തലൻ നമ്മോട് സംസാരിക്കുകയാണ്. ഒന്ന് ഏക ബലിയാണ്. ഏക ബലി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ബലി, അല്ലെങ്കിൽ വൺസ് ആണ് ആ ബലി. ഒറ്റ പ്രാവശ്യമുള്ളൂ, ഇനി ഒരു പ്രാവശ്യം ഇല്ല. പക്ഷെ അതിന്റെ വ്യാപ്തി അടുത്ത വാക്യത്തിലേക്ക് നോക്കി, എന്നേക്കുമായി. ഒരിക്കലാണ്. എബ്രായർ 10:14 ഞാൻ സ്ക്രീനിൽ തരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കാൻ പറയുന്നത്. ഏക ബലിയാണ്, വൺസ് ആണ്, ബട്ട് ഫോർ ഓൾ സീസൺ, ഓൾ ടൈം ആണ്. വൺസ് ഫോർ ഓൾ ആണ്, ഒരിക്കലായി എന്നേക്കുമായുള്ള. അപ്പൊ ആ ഒരു ബലിയുടെ വ്യാപ്തി ഒരാഴ്ചത്തേക്കല്ല, അല്ലെങ്കിൽ യേശു അർപ്പിച്ച AD 33 മാത്രമല്ല, അല്ലെങ്കിൽ ആദിമ സഭയുണ്ടായിരുന്ന സമയത്ത് മാത്രമല്ല, അപ്പോസ്തോലിക സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ മാത്രം ഈ ബലി വാലിഡ് ആണെന്നല്ല പറയുന്നത്. ഏക ബലിയാണ്, പക്ഷെ അതിന്റെ വാലിഡിറ്റി എന്നേക്കുമാണ്. അപ്പൊ എന്നേക്കുമാണ് അതിന്റെ വാലിഡിറ്റി എങ്കിൽ ഇനി ഇത് തന്നെയാണോ 10:10 പറയുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി, കണ്ടോ 10:10 നിങ്ങൾ കാണുന്നല്ലോ. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴിയായി. അപ്പൊ യേശുവിന്റെ ശരീരം ഒരിക്കലാ സമർപ്പിക്കപ്പെട്ടത്, പക്ഷേ അത് എന്നേക്കുമായിട്ടാണ് സമർപ്പിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തേക്കോ ഇരുകാലത്തേക്കോ അല്ല, ബഹുകാലത്തേക്ക് പോലുമല്ല, സദാകാലത്തേക്കും. ഓക്കെ, സദാകാലത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ, ജനിക്കാനിരിക്കുന്നവർ, മരിക്കാനിരിക്കുന്നവർ, മാനവകുലം എന്നെല്ലാം ഭൂമിയിൽ നിലനിൽക്കുന്നു അത്രയും കാലത്തോളം വാലിഡിറ്റി ഉള്ള, അല്ലെങ്കിൽ വാലിഡായ മാനവകുലം നിലനിൽക്കുന്നു എന്ന് പറയാൻ പോലും പറ്റില്ല. പ്രപഞ്ചം ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ സിസ്റ്റം എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ബലി അർപ്പിക്കപ്പെടുന്നത് ഈ സിസ്റ്റത്തിന് ടൈം സോണിന്റെ അകത്തൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ടൈം സോൺ ആൻഡ് ഫ്രെയിം, അതിന്റെ എല്ലാം പുറത്താണ് ഈ ബലിയുടെ അർപ്പണം. അപ്പൊ അതുകൊണ്ട് തന്നെ വാലിഡിറ്റി ഇസ് ഫോർ എവർ ആണ്. വൺസ് ആണ്, ചോയ്സ് ഇല്ല. നോക്കിയ യേശുവിന്റെ ബലി 2 പ്രാവശ്യമില്ല, 5 പ്രാവശ്യമില്ല, 4 പ്രാവശ്യമില്ല. പക്ഷേ അതിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എത്ര നാളത്തേക്കാണ്? എന്നേക്കുമാണെന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മോട് സംസാരിക്കുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. നോക്കൂ, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം.
അപ്പൊ യേശുവിന്റെ ബലിയർപ്പണത്തിന്റെ ഒരു ഒരു വിശദീകരണം ജസ്റ്റ് ഒന്ന് തരാം. അപ്പം ഒന്ന് ഫുൾ സ്ക്രീനിലേക്ക് വരിക, എന്നിട്ട് ഞാൻ ലെറ്റ് മീ ഗോ ബാക്ക്. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും. അതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്കൊന്ന് മനസ്സിലായാലേ ഞാൻ ഈ പറയുന്ന വിഷയം ഒരു മുഖവര കൂടാതെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ്. അപ്പം 3 സിസ്റ്റങ്ങളെ നമ്മൾ കാണുക, അല്ലെങ്കിൽ 3 അവസ്ഥകളെ നമ്മൾ കാണുക. ഒന്ന്, ലേവി പൗരോഹിത്യം ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന, എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മകനായ ലേവിയുടെ കെറൂഫിൽ വരുന്ന ലേവി പൗരോഹിത്യം അഹരോനിൽ തുടങ്ങി, മോശ അഹരോനിൽ തുടങ്ങി ഇങ്ങനെ പോകുന്ന ആ ലേവി പൗരോഹിത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. ആ പൗരോഹിത്യമാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അപ്പം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അത് അബ്രഹാമിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് ലേവി പൗരോഹിത്യം. അപ്പൊ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ മേളിൽ വേറൊരു പൗരോഹിത്യം കയറി വരുന്നു, അതാണ് ലേവി പൗരോഹിത്യം. ഇനി ഈ ലേവി പൗരോഹിത്യത്തെ വീണ്ടും ഓവർടേക്ക് ചെയ്യുകയാണ് ഏത്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അപ്പൊ ലേവി പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയായിട്ട് യേശുവിന് വരാൻ കഴിയുകയില്ല, യേശു പുരോഹിതനാവുകയില്ല. കാരണം യേശു ലേവി ഗോത്രക്കാരനല്ലായിരുന്നു, യേശു യഹൂദ ഗോത്രക്കാരനായിരുന്നു. അപ്പം ലേവി ഗോത്രത്തിലുള്ളവർക്ക് മാത്രമേ ലേവി പുരോഹിത വർഗത്തിന്റെ ഭാഗമാകാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലേവിയുടെ മക്കൾ, ലേവി ആ ഗോത്രത്തിൽപ്പെട്ടവർ. യഹൂദന് ഗോത്രം 12 ഗോത്രം 12 യഹൂദൻ യാക്കോബിന്റെ 12 മക്കളാണ്. ആ മക്കളിൽ ഒരു ഗോത്രത്തിനായിരുന്നു ദൈവം പൗരോഹിത്യം കൊടുത്തിരുന്നത്. ദൈവം പൗരോഹിത്യം കൊടുത്ത ആ ഗോത്രത്തിന്റെ പേര് ലേവി ഗോത്രം എന്നായിരുന്നു, അല്ലെങ്കിൽ ലെവൈറ്റ്സിനായിരുന്നു പ്രീസ്റ്റ്ഹുഡ് കൊടുത്തിരുന്നത്. സോ അതിലൊരു ഗോത്രമായിരുന്നു യേശുവിന്റെ ഗോത്രം, അതാണ് യഹൂദ ഗോത്രം. അപ്പൊ യഹൂദ ഗോത്രത്തിൽപ്പെട്ട യേശുവിന് ഒരിക്കലും ലേവി പൗരോഹിത്യ പ്രകാരം പുരോഹിതനാകാൻ കഴിയുകയില്ല. കാരണം ആ ഗോത്രത്തോട് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും ദൈവം കൽപ്പിച്ചിട്ടില്ല. പിന്നെ യേശു എങ്ങനെയാണ് നിത്യ പുരോഹിതനായി മാറുന്നത്? യേശു നിത്യ പുരോഹിതനായി മാറുന്നത് ലേവി പൗരോഹിത്യം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. അത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമായിരുന്നു. മൽക്കിസദേക്ക് ശാലോം രാജാവായിരുന്നു. മൽക്കിസദേക്കിനാണ് അബ്രഹാം ദശാംശം കൊടുത്തത്. രാജാവും പുരോഹിതനും, അതാണ് ശരിക്കും പ്രീസ്ലി ഓഫീസ് എന്ന് പറയുന്നത്. രാജാവിന്റെ പദവിയും പുരോഹിതന്റെ പരിശുദ്ധിയും. അപ്പൊ ആ പുതിയ നിയമത്തിൽ വരുമ്പം രാജകീയ പുരോഹിത വർഗം, രാജാവും പുരോഹിതനും, അതാണ് പ്രീസ്ലി. അപ്പോ തന്നെ ആ കിങ്ഹുഡും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. രാജ്യത്വവും വരുന്നുണ്ട്. അപ്പൊ തന്നെ പ്രീസ്റ്റ്ഹുഡും പൗരോഹിത്യവും അതിൻ്റെ അകത്ത് വരുന്നത്. രാജാവിന്റെ പദവിയോടും പുരോഹിതന്റെ പരിശുദ്ധിയോടും കൂടി ആൾ. ഈ ആളായിരുന്നു ആര്? ശാലോം രാജാവ്. പിന്നീട് നമ്മൾ ലേവി ഗോത്രത്തിലേക്ക് വരുമ്പോൾ, ലേവി ഗോത്രത്തിൽ നമ്മൾ പൗരോഹിത്യം കണ്ടു, പക്ഷേ ലേവി ഗോത്രത്തിൽ നമ്മൾ രാജത്വം കണ്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ശരിക്കുള്ള പൗരോഹിത്യത്തിൽ രാജത്വമുണ്ട്, പൗരോഹിത്യമുണ്ട്. എന്നാൽ ലേവി പൗരോഹിത്യത്തിൽ നമ്മൾ കാണുന്നത് പൗരോഹിത്യം മാത്രമാണ്. രാജാവായിട്ട് ലേവി പൗരോഹിത്യം ഉള്ളപ്പോൾ തന്നെ വേറെ രാജാക്കന്മാരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്തു. ഫോർ എക്സാമ്പിൾ, സാവൂൽ അവർക്ക് രാജാവായിരുന്നു, ദാവീദ് അവർക്ക് രാജാവായിരുന്നു, സോളമൻ അവർക്ക് രാജാവായിരുന്നു, അവർക്ക് ന്യായാധിപന്മാരുണ്ടായിരുന്നു, അവർക്ക് പ്രവാചകന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ പിക്ചർ മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നോക്കൂ, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്ന പ്രീസ്റ്റ്ഹുഡിന്റെ ഓർഡറിൽ ജീസസ് ഒരു പുരോഹിതനാവുകയാണ്. പുരോഹിതനല്ല, മഹാപുരോഹിതൻ ആവുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി വായിക്കുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക. അപ്പൊ യേശു എന്നാണ് മഹാപുരോഹിതനായത്? യേശു എത്ര നാളത്തേക്കാണ് മഹാപുരോഹിതനായത്? യേശുവിന്റെ മഹാപുരോഹിത്യത്തിന് അവസാനം ഉണ്ടാകുമോ? ഈ 3 ചോദ്യത്തിനും ഇപ്പൊ ഉത്തരം കിട്ടുകയാണ്. യേശുവിന്റെ പൗരോഹിത്യം ഭൂമിയിൽ ആരംഭിച്ച് ഭൂമിയിൽ പൂർത്തീകരിച്ച് ഭൂമി കൊണ്ട് അവസാനിച്ച ഒന്നല്ല. യേശു നിത്യ മഹാപുരോഹിതനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു നിത്യ മഹാപുരോഹിതനാണ്. ആ യേശു എന്ന നിത്യ പുരോഹിതന്റെ നിഴല് മാത്രമായിരുന്നു മൽക്കിസദേക്ക്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, യേശു നിത്യ പുരോഹിതനായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിൽ എപ്പോഴും ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയോളുക, ദൈവത്തിൽ ഒന്നും ഇടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് പോകത്തില്ല. അത് കറക്റ്റ് മലയാളം യൂസേജ് ആയെന്ന് അറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് പോകും, നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ സ്ഥാനം ലഭിക്കും, സ്ഥാനം പോകും. അങ്ങനെ ദൈവത്തിൽ വരവും പോക്കുമില്ല, വരുത്തുപോക്കില്ല. ദൈവം ഇടയ്ക്ക് പുരോഹിതനാവും, പിന്നെ ഇടയ്ക്ക് പുരോഹിതൻ അല്ലാതാവും. അങ്ങനെ ഒരു പരിപാടി ദൈവത്തിൽ ഇല്ല. നീ എന്നേക്കും പുരോഹിതൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല നിത്യത മുതൽ വരുവാനിരിക്കുന്ന കാല നിത്യത വരെ അവിടുന്ന് എന്നേക്കും പുരോഹിതൻ എന്നാണ് അർത്ഥം.
എന്ന് പറഞ്ഞാൽ മൽക്കിസദേക്ക് പോലും ഈ പുരോഹിതന്റെ നിഴലാണ്. അപ്പം കറക്റ്റ് പറയുമ്പോ ഇങ്ങനെ പറയണം, മൽക്കിസദേക്ക് പോലും പൗരോഹിത്യം സ്വീകരിച്ചത് ഈ മഹാപുരോഹിതനിൽ നിന്നാണ്. എന്നാൽ ആ മഹാപുരോഹിതൻ സ്വർഗത്തിലായിരുന്നു, ഭൂമിയിൽ നമ്മൾ അവനെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ആ മഹാപുരോഹിതൻ, സ്വർഗത്തിലുണ്ടായിരുന്ന മഹാപുരോഹിതൻ ഭൂമിയിലേക്ക് ഇതാ കടന്നു വരികയാണ്. അപ്പൊ എന്നോടൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും, ഈ സ്വർഗത്തില് പൗരോഹിത്യത്തിന്റെ ആവശ്യമുണ്ടോ? സ്വർഗത്തിൽ പൗരോഹിത്യത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാനൊരു വാക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിന്റെ വചനം പറയണം. നമുക്ക് നോക്കാമേ, ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം. ഇനി ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ആ വാക്യങ്ങൾ കിട്ടാൻ വേണ്ടി. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം നോക്കൂ. 9-ാമത്തെ അധ്യായം. അതായത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ചിന്തകൾ ഒട്ടുമിക്കതും 7, 8, 9 അധ്യായങ്ങളിൽ ബന്ധിതമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നത്തെ ഇതിൽ ഇത് പോയി വായിക്കാനായിട്ട് കഴിയും. നമുക്ക് 8 തുടങ്ങാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം. ഇതുവരെ പ്രതിപാദിച്ചതിന്റെ ചുരുക്കം ഇതാണ്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ചിന്തിക്കുന്നു. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. എവിടെ? സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. എപ്പോ ഉണ്ടായി? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ ഉണ്ടായി എന്നൊരു വാക്കില്ല, ദൈവത്തിൽ ഉണ്ട് എന്ന വാക്കേ ഉള്ളൂ. അപ്പം ഈ ദൈവത്തിൽ, സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുരോഹിതൻ നമുക്കുണ്ടായി എന്നല്ല പറയുന്നത്, നമുക്കുണ്ട്. He was there and he is there and he will be there. ഓക്കെ, എന്നിട്ട് പറയാം, അവൻ വിശുദ്ധ വസ്തുക്കളുടെയും, ഇനിയുള്ളത് ദയവ് ചെയ്ത് എന്നോട് ചേർന്ന് ഇന്ന് ഈ ക്ലാസ്സിൽ, ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്, വേറെ ഒന്നും ചെയ്തുകൊണ്ട് ഇത് കേൾക്കരുത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒന്ന് ശ്രദ്ധിക്കണം, കാരണം അതിനുവേണ്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത് സ്ക്രീൻ ഷെയർ ചെയ്ത് തരുന്നത്. പ്ലീസ്, എനിക്കറിയാം അതുപോലെ പ്രാധാന്യം കൊടുത്തുള്ള വിശദീകരണത്തിന് അങ്ങനെ പ്രാധാന്യമുള്ളവർ മാത്രമാണ് കേൾക്കുന്നത്. നോക്കിക്കോണേ. അപ്പം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതമായതുമായ സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്. അപ്പം സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നേരത്തെ ആരാണ്, ഇപ്പൊ ആരാണ്, ഇനി ആരാണ്? ആ മഹാപുരോഹിതൻ ആരാണ്? അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ്. ഒന്നുകൂടെ പറയാം, വിശുദ്ധ വസ്തുക്കളുടെയും. അപ്പൊ സ്വർഗത്തിലുള്ള വിശുദ്ധ വസ്തുക്കളെ കാണുക. ഓക്കെ, അടുത്തത് മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരം കാണുക. 3 കാര്യങ്ങൾ കാണുക. 1, സ്വർഗത്തിലെ വിശുദ്ധ വസ്തുക്കള്. 2, മനുഷ്യനിർമ്മിതമല്ലാത്ത കർത്താവിനാൽ സ്ഥാപിതമായ സത്യകൂടാരം. അതൊരു സത്യകൂടാരം എന്ന് തന്നെ പറഞ്ഞ് ടെമ്പിൾ ആണ്, ഒരു ഹെവൻലി ടെമ്പിൾ. സ്വർഗത്തിലും ഒരു ദേവാലയം ഉണ്ട്. സത്യകൂടാരം എന്നുള്ളത് നിങ്ങൾ ഇംഗ്ലീഷിൽ പോയി വായിച്ചാൽ അറിയാം. ദർ ഇസ് എ ടെമ്പിൾ. അങ്ങനെ തന്നെയാണ്, ഒരു ദേവാലയം സ്വർഗത്തിലുണ്ട്. ഓക്കെ, അത് മനസ്സിലോട്ട് പതിപ്പിക്കുക. ആ ദേവാലയത്തിൽ എന്തൊക്കെയുണ്ട്? വിശുദ്ധ വസ്തുക്കളുണ്ട്, മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ ഒരു സത്യകൂടാരമുണ്ട്. ആ സത്യകൂടാരത്തിലെ നിത്യ ശുശ്രൂഷകനാണ് ആര്? നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു. അപ്പൊ ഇപ്പൊ എത്ര കാര്യങ്ങൾ മനസ്സിലായി? ഇങ്ങോട്ട് നോക്കിയേ. സ്വർഗത്തിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ വിശുദ്ധ വസ്തുക്കളുണ്ട്. ആ ദേവാലയം മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ദൈവത്താൽ സ്ഥാപിതമാണ്. മനുഷ്യ കൈകൾ അവിടെ തൊട്ടിട്ടില്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരമായി ശുശ്രൂഷയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ശുശ്രൂഷകനുള്ളത്. ശുശ്രൂഷയില്ലെങ്കിൽ പിന്നെ എന്നതിന് ശുശ്രൂഷകൻ. അപ്പൊ കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ അടയാതെ അണയാതെ തുടരുന്ന ഒരു ശുശ്രൂഷ സ്വർഗത്തിൽ നടക്കുന്നു. ഹല്ലേലൂയ. നിത്യാരാധന സ്വർഗത്തിൽ നടക്കുന്നു. അവിടെ ഒരു ദേവാലയമുണ്ട്, അവിടെ ഒരു പുരോഹിതനുണ്ട്, അവിടെ വിശുദ്ധ വസ്തുക്കളുണ്ട്. അത് മനുഷ്യരുടെ കൈയാൽ നിർമ്മിതമല്ല, കർത്താവിനാൽ സ്ഥാപിതമായ സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്. എന്നിട്ട്
ഇനി താഴത്തേതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ മേളിലത്തേത് കണ്ടല്ലോ, സത്യകൂടാരം, സ്വർഗത്തിലുള്ള സത്യകൂടാരം. ഈ താഴത്തേതുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. എവിടെ? ഇവിടെ, ചങ്ങനാശ്ശേരിയിലല്ല. ഹെബ്രായ ലേഖനകാരൻ സംസാരിക്കുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്ക് അതറിയാം. എന്താണ്? പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമാണ്. ആർക്ക്? പ്രധാന പുരോഹിതന്മാര് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാഴ്ചകളും ബലികളും സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സമർപ്പിക്കാൻ എന്തെങ്കിലും അവനും ആവശ്യമാണ്. ആർക്ക്? നമ്മുടെ സ്വർഗത്തിലെ ദേവാലയത്തിലെ മഹാപുരോഹിതനും ഇവിടുത്തെ ആൾക്കാർ അർപ്പിക്കുന്ന പോലെ അർപ്പിക്കാൻ എന്തെങ്കിലും ആവശ്യമാണ്. ഓക്കെ, എന്നിട്ട് നോക്കിക്കോണേ. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ, ആര്? നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തിലെ ദേവാലയത്തിൽ കിട്ടിയില്ലേ? സ്വർഗത്തിലെ ദേവാലയത്തിലെ മഹാപുരോഹിതൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളത് കൊണ്ട് പുരോഹിതനാവുകയില്ലായിരുന്നു. നിയമപ്രകാരം ലേവി ഗോത്രത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലായിരുന്നെങ്കിൽ യേശുവിന് പുരോഹിതനാകാൻ കഴിയുകയില്ലായിരുന്നു. കാരണം യേശു ലേവി ഗോത്രത്തിലല്ല ജഡാവതാരം സ്വീകരിച്ചത്, യഹൂദ ഗോത്രത്തിലാണ്. അപ്പം നിയമപ്രകാരം യേശുവിനാകാൻ കഴിയുകയില്ലായിരുന്നു. ഇനി അടുത്ത ശ്രദ്ധിച്ചോണേ. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളത് കൊണ്ട് പുരോഹിതനാകാൻ കഴിയുകയില്ലായിരുന്നു. സ്വർഗീയ വസ്തുക്കളുടെ, നോക്കണം, അടുത്ത കേട്ടോ, സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവര് ശുശ്രൂഷിച്ചത്. ആര്? ഭൂമിയിലെ പുരോഹിതന്മാർ ശുശ്രൂഷിച്ചത് സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ്. അപ്പൊ ഇവിടുത്തെ പുരോഹിതന്മാർ ഏതിനെ ശുശ്രൂഷിച്ചു? നിഴലിനെ ശുശ്രൂഷിച്ചു. ഇത്രയും മനസ്സിലായോണ്ട് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. അവിടുത്തെ പുരോഹിതനോ? പൊരുളിനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. അവിടുത്തെ ആള് പൊരുളിനെ ശുശ്രൂഷിച്ചു. ഇവിടുത്തെ ആൾക്കാര് ഏതിനെ ശുശ്രൂഷിച്ചു? നിഴലിനെ ശുശ്രൂഷിച്ചു. ഓക്കെ, എന്നിട്ട് നോക്കിക്കോണേ. അവിടുത്തെ ഇതിന്റെ ഒരു ഫോട്ടോ കോപ്പി ആയിരുന്നു ഇവിടെ ചെയ്തതെല്ലാം. അപ്പൊ ഇവിടുത്തെ നോക്കി അവിടുത്തെ എങ്ങനെയാന്ന് മനസ്സിലാവും. ആർക്കറിയാം ഇതൊക്കെ മനസ്സിലാവും? അവിടുത്തെ ഫോട്ടോ കോപ്പിയാ ഇവിടെ ചെയ്തത്, അവിടുത്തെ നിഴലായത്. അപ്പൊ ഇവിടുത്തെ ഉള്ളത് നോക്കിയാല് അവിടെ എന്നാ ഉള്ളതെന്ന് മനസ്സിലാവും. ഇല്ല, കത്തൊന്നും ആവും. ഡോക്ടർ ഒന്ന് പറയാമോ? ഓക്കെ, എന്നാ ഞാൻ തന്നെ പറഞ്ഞു പോവാം. പറയുന്നോ? കിട്ടിയോ? അത് ഒന്നുകൂടെ പറയണോ? അല്ലെ ഞാൻ പറഞ്ഞു പോവാം, ഡോക്ടർ ആവുമ്പോ പറഞ്ഞാൽ മതി. അപ്പൊ പർവ്വതത്തിൽ ഇത് കേട്ടാ മനസ്സിലാവും. പർവ്വതത്തിൽ നിനക്ക് എത്രാമത്തെ വാക്യ? 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. മോശയോട് പറയുകയാണ്, മലയെ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതാ ഈ മാതൃക? മോശയെ പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക ഏതാ? അച്ഛ ഏതാ? മോളുടെ ഏതാ? പറ. സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ, സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ ആ രൂപത്തിലാണ് ഭൂമിയിൽ മോശയോട് ദൈവം എന്ത് ചെയ്യാൻ പറഞ്ഞേ? എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൽ കൊണ്ട് മോശയെ കാണിച്ചു കൊടുത്തു. കാഴ്ചയപ്പ ഇന്ന സ്ഥലത്ത് വെക്കണം, നിലവിളക്ക് ഇന്ന സ്ഥലത്ത് വെക്കണം, ഇത് ഓരോന്നും മോശയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ എങ്ങനെയാ മോശ കൂടാരം തീർപ്പാൻ ഒരുങ്ങിയപ്പോ 5-ാം വാക്യാണ്, സ്വർഗത്തിൽ വസ്തുക്കളുടെ സാദൃശ്യത്തെ നിഴലിനെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ ടാബർനാക്കിൾ സമാഗമന കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു, പർവ്വതത്തെ നിനക്ക് കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. അപ്പൊ പർവ്വതത്തിൽ കാണിച്ചു തരാൻ ഒരു മാതൃക ഉണ്ടായിരുന്നല്ലോ. ആ മാതൃക ഏതാ? പറ. ആ മാതൃകയാണ് സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ദേവാലയം. മനസ്സിലാവും? അതാണ് ഭൂമിയിൽ എന്ത് ചെയ്തേ. അപ്പൊ ഭൂമിയിലേത് നിഴലാണെങ്കിൽ പൊരുൾ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് ഇവിടെ ഇട്ടെ. ഫോട്ടോസ്റ്റാറ്റ് എന്ത് ചെയ്തു? ഉമാരെല്ലാം ഇവിടെ കീറി കളഞ്ഞു. പേടിക്കണ്ട.
ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ എടുത്തു, ഞാൻ ഡേവിഡ് അച്ഛനെ കൊടുത്തു, ഡേവിഡ് അച്ഛൻ അത് കൊച്ചുമക്കളുടെ കൊടുത്തു, ആണ്ട് പിള്ളേരെല്ലാം കൂടെ അത് കീറി കളഞ്ഞു. പേടിക്കണ്ട. അപ്പൊ ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അയ്യോ, ലേവ്യ പൗരോഹിത്യം അവര് ദൈവം ഉദ്ദേശിച്ചല്ല ചെയ്യുന്നെന്ന് പറഞ്ഞ് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയാ, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിഴല് മാത്രമാ. ഒരു പൊല്യൂഷനും ദൈവത്തിന്റെ ഹിതത്തിൽ സംഭവിക്കുന്നില്ല. കാരണം പൊരുള് നിഴല് മാത്രമാ. പൊരുൾ എവിടെയുണ്ട്? പൊരുള് സ്വർഗത്തിൽ സേഫ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യത്തെ ഒന്ന് ക്രോഡീകരിക്കാം, എന്നിട്ടേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ദേവാലയം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പൊ ആ സ്വർഗത്തിലെ ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും ഉണ്ട്. ആ മഹാപുരോഹിതൻ അവിടുത്തെ ശുശ്രൂഷകനാണ്. അവിടെ ശുശ്രൂഷകളുണ്ട്. ഹലോ, അവിടെ ശുശ്രൂഷകളുണ്ട്. ഇത് സ്വർഗത്തിലെ അവസ്ഥയാണ്. ഇത് ഒരുപാട് സ്ഥലത്ത് പഴയ നിയമത്തിൽ കാണിക്കുന്നുണ്ട് ഈ ചിത്രം. ഞാൻ ഒരു ഭാഗം മാത്രം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മൾ വിചാരിക്കും പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ഈ ബലിയും ബലിയർപ്പണവും കുരിശും ദിവ്യബലിയും ഒക്കെ ആരംഭിച്ചത്. ഒന്നുമല്ല, അവിടെ കിടക്കുക. എവിടാ? ഞാൻ ഇതാ എടുക്കുന്നു, ഇതാ എടുത്തു നോക്കെ. യെശയ്യാ പ്രവചനം ഒന്ന് എടുത്തു. യെശയ്യാ പ്രവചനത്തില് ഈ വാക്യം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചാൽ മതി. യെശയ്യാ പ്രവചനം, ഓക്കെ, ചാപ്റ്റർ നമ്പർ 6. ഈ ഉസിയ രാജാവ് മരിച്ച ശേഷം സ്വർഗത്തിന്റെ ദർശനം യെശയ്യാവിന് ഉണ്ടാവുകയാണ്. അപ്പം ഇത് എത്രയാ? മശിയേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെടുന്നതാണ്. അപ്പൊ അന്നേ ഇതായിരുന്നു അവിടെ ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കിക്കേ. ഞാൻ നോയിക്കേ. യെശയ്യാ 6 ഞാൻ വായിക്കുന്നത്. ഉസിയ രാജാവ് മരിച്ച ശേഷം കർത്താവ് ഒരു ഉയർന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു. അവിടത്തേക്ക് ചുറ്റും സാറാഫുകൾ നെതിരും ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ചിത്രമാണ്. അവയ്ക്ക് ചുറ്റിലും 6 ചിറവുകൾ വീതം ഉണ്ടായിരുന്നു. അവയ്ക്ക് 6 ചിറവുകൾ ഉണ്ടായിരുന്നു. 2 ചിറവ് കൊണ്ട് മുഖവും 2 കൊണ്ട് പാദവും മറച്ച് 2 കൊണ്ട് പറക്കാനുണ്ടായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. പിതാവേ പരിശുദ്ധൻ, പുത്രനെ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ പരിശുദ്ധൻ. 4 പ്രാവശ്യവും ഇല്ല, 2 പ്രാവശ്യവും ഇല്ല, കൃത്യം 3 പ്രാവശ്യം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, പരിശുദ്ധൻ. ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകുകയും ദേവാലയം, കണ്ടോ, അവയുടെ ഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. സ്വർഗത്തിൽ കാണുന്ന ചിത്രമാന്നേ. എന്നിട്ട് പറയുകയാണ്, അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകി ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ അന്ന് സ്വർഗത്തിലൊരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയം ഭൂമിയിലെ കാര്യമല്ല പറയുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ട സ്വർഗത്തിന്റെ ദർശനമായി യെശയ്യാ 6 ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനസ്ഥനായവനെ കണ്ടു. ആ സിംഹാസനസ്ഥനെ വണങ്ങി നമസ്കരിക്കുന്ന സാറാഭികളെ കണ്ടു, കെരൂബികളെ കണ്ടു. 6 ചിറകുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം നിറച്ച്, 2 കൊണ്ട് വളർന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ പരിശുദ്ധൻ 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 എന്ന് കാലസമയ ചക്ര വ്യതിയാനങ്ങളില്ലാതെ ഉദ്ഘോഷിക്കുന്ന ദൂതപ്രപഞ്ച സഞ്ചയങ്ങളുടെ യഥാർത്ഥ ദർശനങ്ങൾ ഇവിടെ കാണുകയാണ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ. യെശയ്യാവ് വ്യക്തമായി സ്വർഗത്തിൽ എന്ത് കാണുന്നു? ദേവാലയം ധൂമപൂരിതമാകുന്നത് കാണുന്നു. അപ്പൊ ഈ കുന്തിരിക്കവും പുകയും കാര്യങ്ങളും കാണുമ്പം, പണ്ട് ഞാൻ ഈ വിശ്വാസത്തിന്റെ ഭാഗമല്ലായിരുന്ന സമയത്ത് ഞാൻ കളിയാക്കി, പ്രൊട്ടസ്റ്റന്റുകാര് ഇങ്ങനെ കളിയാക്കി ചിന്തിക്കുമായിരുന്നു, ഇവരെല്ലാവരും കൊതുകിനെ ഓടിക്കുകയായിരിക്കും, ഇത്രയും എന്തിനാ കുന്തിരിക്കാൻ പുകച്ചോണ്ടിരിക്കുന്നത്. അതാണ്ട് സ്വർഗത്തിൽ ധൂമമുണ്ട്, പുകയുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് യെശയ്യാവ് പറയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ മധ്യയിലും വസിക്കുന്നവനാണ് ഞാൻ. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കി 6ാമത്തെ വചനങ്ങൾ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ യെശയ്യാവിന്റെ കണ്ണ് കണ്ടു. അപ്പോൾ സാറാഭികളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട്, കണ്ടോ, ഏതിൽ നിന്ന്? ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്ത് പറന്നു വന്നു. എവിടുന്ന് എടുത്തു? ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത്. അപ്പൊ അവിടെ ബലിപീഠമുണ്ട്, ബലിപീഠത്തിൽ തീയുണ്ട്, തീക്കനലുണ്ട്. യേശു ഒന്നും മരിച്ചില്ല ഈ സമയത്ത്. ഹലോ, യേശു ഒന്നും മരിച്ചില്ല ഈ സമയത്ത്.
കർത്താവ് മരിച്ചില്ല. ബലിയൊന്നും അവിടെ ആടിനെയും മാടിനെയും താഴെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ച് മനുഷ്യൻ ആടിനെയും മാടിനെയും കൊന്നുകൊണ്ടിരിക്കുക. നിഴല് ആയിരുന്നു അത്, പൊരുള് യഥാർത്ഥമായിട്ട് സ്വർഗത്തിൽ നിൽക്കുകയാണ്. യെശയ്യാവ് കാണുകയാണ് തീക്കനലുമായി സ്വർഗത്തിലെ ദേവാലയത്തിന്റെ ഇനി ഇതെല്ലാം എന്ത് പറയാന്, സ്വർഗത്തിലെ ദേവാലയം ധൂമപൂരിതമാകുന്നു. സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്റെ നയനങ്ങൾ കണ്ടു എന്ന് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നു. താൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണെന്നും ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യരുടെ ഇടയിലാണ് പാർക്കുന്നതെന്ന് പറയുമ്പോൾ സാറാഭികളിൽ ഒരുവൻ ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് ഒരു തീക്കനൽ എടുത്തുകൊണ്ട് എന്റെ അടുക്ക പറഞ്ഞു, അവൻ എന്റെ നാവിനെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരത്തെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അനന്തരം കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഹെവൻലി കൗൺസിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഡിസ്കഷനാ. മാനവകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ആര് പോകും, ആരെയാണ് ഞാൻ അയക്കുക, ആര് നമുക്ക് വേണ്ടി പോകും എന്ന ഹെവൻലി കൗൺസിലിലെ ഡിസ്കഷൻ യെശയ്യാവ് കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ എന്നെ അയച്ചാലും അവിടുന്ന് അരുൾ ചെയ്തു പോവുക. ഓക്കെ, അപ്പം യെശയ്യാവിനെ ദൈവം എന്ത് ചെയ്യാണ്? അയക്കുകയാണ്. യെശയ്യാവിനെ എന്തിനാ അയച്ച്? പ്രവാസത്തിലായിരുന്ന ജനം പാപത്തിലേക്ക് പോയപ്പം മടക്കി കൊണ്ടുവരാൻ. തിരിച്ചു വാ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. കാരണം ഇങ്ങനെ പോയാൽ എങ്ങ് എത്തുകയില്ല. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം, ഹീബ്രൂ ചാപ്റ്റർ 8, ഹെബ്രായർ 8 വരിക. ഇനി ഒന്നുകൂടെ ഞാൻ വായിക്കാം. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്ത് വലത്തു ഭാഗത്തിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. എന്നിട്ട് താഴേക്ക് വരികയാണ്. ഇപ്പോഴാകട്ടെ, നോക്കിയോ, പർവ്വതത്തെ കാണിച്ചെന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ കണക്ട് ചെയ്യാം. ഇപ്പോഴാകട്ടെ ക്രിസ്തു, നോക്കിയോ, ഇപ്പോഴാകട്ടെ എന്ന് പറഞ്ഞാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ ആയിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചു. അവന് ഒരു സ്ഥാനവും കൂടെ ലഭിച്ചു. പഴയതിനേക്കാൾ കൂടുതൽ ഒരു സ്ഥാനവും കൂടെ ലഭിച്ചു. മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യന്റെ പ്രതിനിധിയാകാനുള്ള, മനുഷ്യരുടെ മധ്യസ്ഥനാകാനുള്ള സ്ഥാനവും കൂടി അവന് ലഭിച്ചു. ആദ്യത്തെ ഉടമ്പടി കുറ്റമില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തെ അവസരം ഉണ്ടാവുകയില്ലായിരുന്നു. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബത്തോടും യൂദാ കുടുംബത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു. ആ ഉടമ്പടി നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസങ്ങൾ അവരോട് ചെയ്ത പോലെ അല്ല. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത്രയൊന്ന് ഗ്രഹിച്ചിട്ട് എന്നെ ഒന്ന് ഫുൾ സ്ക്രീനിൽ വരിക. ഞാൻ ഒന്ന് ഇവരോടൊന്ന് സംസാരിക്കട്ടെ, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ സഹോദരങ്ങളെ, അപ്പൊ ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമായി മാറുന്നു. നിത്യപുരോഹിതനായി, മഹാപുരോഹിതനായി സ്വർഗത്തിലെ ബലിപീഠത്തിൽ നിരന്തരം എന്നേക്കുമായിട്ട് അർപ്പിക്കപ്പെടുന്ന ഒരു ദിവ്യ ബലിയുണ്ട്. ആ ദിവ്യ ബലിയാണ് യേശു അർപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ദിവ്യ ബലിയുടെ ശുശ്രൂഷകനാണ് യേശു. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരണം. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമ്മൾ വരേണ്ടത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 7-ാമത്തെ അധ്യായമാണ്. 7-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായത്തില് നമ്മൾ എടുക്കേണ്ടിയ ഭാഗങ്ങള് 2-3 വാക്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം. 21 മുതലുള്ള വാക്യങ്ങൾ. 21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അതോടെ ഒന്ന് സ്ക്രീനിൽ തരാം ലാസ്റ്റ് ആയിട്ട്. ദെൻ ഞാനത് വിശദീകരിക്കാം. അപ്പൊ ഇപ്പൊ ഉള്ളത് കളയല്ലേ, മനസ്സിലിപ്പോ ഉള്ളത് കളയല്ലേ. എവിടെ വരെ എത്തി? കർത്താവ് നിത്യ പുരോഹിതനായിട്ട് കഴിഞ്ഞ കാല നിത്യത മുതൽ വരാനിരിക്കുന്ന കാല നിത്യത വരെ നിത്യ പുരോഹിതനായിട്ട് കർത്താവ് ശുശ്രൂഷകനായിരിക്കുന്നു. ഇനി ഈ കർത്താവ് ഭൂമിയിൽ ബലി അർപ്പിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഭൂമിയിലെ ബലിയർപ്പണത്തിലൂടെ പുരോഹിതനായതല്ല, അവിടുന്ന് നിത്യ പുരോഹിതനായത് കൊണ്ട് ഭൂമിയിൽ ബലി അർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് വരികയാണ്. ഇനി അവസാനം പറഞ്ഞ വാക്യം ഒന്നുകൂടെ നിങ്ങൾ കേട്ടോണം. 21-ാമത്തെ വാക്യം.
ഓക്കെ, ഇവനാകട്ടെ കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട്, അവൻ മനസ്സ് മാറ്റുകയില്ല, നീ എന്നേക്കും പുരോഹിതനാണ്. ഓ, ഓക്കെ, കർത്താവിനോട് പറയാണ് നീ എന്നേക്കും. 21-ാമത്തെ വചനം, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം, നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവന്റെ ശബ്ദത്തോടു കൂടിയാണ് പുരോഹിതനായത്. ഇത് ക്രിസ്തുവിനെ ശ്രേഷ്ഠമായ ഉടമ്പടിക്ക് അച്ചാരമാക്കുന്നു. മുൻകാലങ്ങളിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു, എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. എവിടെ? പഴയ നിയമ പൗരോഹിത്യത്തിൽ മരണം എന്നേക്കും പുരോഹിതനാകാൻ ഒരു പുരോഹിതനെയും അനുവദിച്ചില്ല. ആദ്യത്തെ പുരോഹിതനായ അഹരോൻ മരിച്ചു, ലേവി മരിച്ചു, ലേവിയുടെ മക്കൾ മരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ മരണം അവരെ സമ്മതിച്ചില്ല എന്നേക്കും പുരോഹിതനാകാൻ. പക്ഷേ അടുത്ത് നോക്കണേ, മരണം അവരെ സമ്മതിച്ചില്ല. അടുത്തത്, യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് പൗരോഹിത്യം വേറൊരാളിലേക്ക്, ലേവിയിൽ നിന്ന് ലേവിയുടെ മക്കളിലേക്ക് പൗരോഹിത്യം പോയതുപോലെ യേശുവിൽ നിന്ന് പൗരോഹിത്യം പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പൗരോഹിത്യം ലേവിയിൽ യേശുക്രിസ്തുവിൽ അവസാനിച്ചു. യേശുക്രിസ്തുവിൽ ഒരു പൗരോഹിത്യം ആരംഭിച്ചു. ആ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ആ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കുക. വേറൊരാളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പുരോഹിതനാണ്, വേറൊരാൾക്ക് കൊടുത്തു കഴിയുമ്പം ഞാൻ പുരോഹിതനല്ലാതാവുകയും അയാൾ പുരോഹിതനാവുകയും ചെയ്താണ് കൈമാറ്റം. ഇങ്ങനെ ഒരു പരിപാടി യേശുക്രിസ്തുവിലില്ല. മറിച്ച് യേശുക്രിസ്തു എന്നേക്കും പുരോഹിതനാണ്. കാരണം ആ പുരോഹിതന്മാരെ പോലെ മരണം കൊണ്ട് മാറുന്നില്ല ഈ പുരോഹിതൻ. ഓക്കെ, ഇനി 25-ാമത്തെ വാക്യം നോക്കൂ. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിയും. എന്നേക്കും ജീവിക്കുന്നവനായി അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർപെട്ടവനും സ്വർഗത്തേക്കാൾ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ ഉണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനങ്ങളുടെ പാപത്തിന് വേണ്ടിയും അനുദിനം ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം യേശു ആരാണ്? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശു എന്ന മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ഥാനം മാറാത്ത യേശു എന്ന മഹാപുരോഹിതൻ എവിടുത്തെ ദേവാലയത്തിൽ? സ്വർഗത്തിലെ ദേവാലയത്തിൽ നിരന്തര ബലിയർപ്പിക്കുന്ന യേശു എന്ന നിത്യ മഹാപുരോഹിതൻ. ഓക്കെ, അതാണ് നമ്മള് ഒരു പ്രധാന പുരോഹിതൻ. അപ്പൊ ഹൈപ്രീസ്റ്റ് എന്ന വാക്ക് തന്നെ നോക്കിയേ, ഹൈപ്രീസ്റ്റ് എന്ന വാക്ക് തന്നെ പുരോഹിതന്മാർ കീഴിലില്ലാതെ എന്ത് ചെയ്യത്തില്ല, ഹൈപ്രീസ്റ്റ് എന്ന വാക്ക് വരികയില്ല. ഒരാൾക്ക് ഹൈപ്രീസ്റ്റ് ആകണോ അദ്ദേഹത്തിന്റെ കീഴിൽ പുരോഹിതന്മാരുണ്ടായേ പറ്റുള്ളൂ. ഒരാൾ പറയും ഞാൻ DGP പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ പോലീസ് ഫോഴ്സ് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടെങ്കിൽ അയാൾക്ക് DGP ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ നേഴ്സുമാരിരുന്ന് പറയുന്നു ഞാൻ ഹെഡ് നേഴ്സാണ്. ഹെഡ് നേഴ്സ് ആണെങ്കിൽ കീഴിൽ നേഴ്സുമാർ വേണ്ടായോ? കീഴിൽ നേഴ്സ് ഇല്ലാതെ ഹെഡ് നേഴ്സ് ആകാൻ കഴിയുമോ എന്ന് പറഞ്ഞ പോലെയാണ്. പ്രധാന പുരോഹിതനാകണോ, മഹാപുരോഹിതനാകണോ, ഹൈപ്രീസ്റ്റ് ആകണോ, കീഴിൽ പ്രീസ്റ്റുമാര് വേണം. പക്ഷേ ശ്രദ്ധിക്കുക, ഈ മഹാപുരോഹിതൻ എന്ന സ്ഥാനം എന്ത് ചെയ്യുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. പിന്നെ എന്താ യേശുവിന്റെ കീഴിലുള്ളത്? യേശുവിന്റെ കീഴിൽ പുരോഹിതന്മാരാണുള്ളത്. യേശുവിന്റെ കീഴിൽ പുരോഹിതന്മാരുണ്ടായിരുന്നോ? യേശുവിന്റെ കീഴിൽ പുരോഹിതൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പൗലോസ് ശ്ലീഹ ചെയ്തത് പുരോഹിതനായിട്ടുള്ള പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയായിരുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പൊ ഞാൻ ആ വിഷയമായിട്ട് ഇത് ബന്ധിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അപ്പൊ യേശുവിന്റെ ബലി, ഇനി നമ്മൾ അതിലേക്ക് വരികയാണ്, അങ്ങോട്ടും കൂടെ നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ബലി അതിലേക്ക് നമ്മൾ വരികയാണ്.
കഴിഞ്ഞകാല നിത്യത മുതൽ വരാനിരിക്കുന്ന കാല നിത്യത വരെ എന്നേക്കും പുരോഹിതനായ ഈ യേശു ബലി അർപ്പിക്കാനായിട്ട് വരികയാണ്. അപ്പൊ എബ്രായർ 7 കഴിഞ്ഞു, 8 കഴിഞ്ഞ് നമ്മൾ ഇനി വരേണ്ടിയത് 9 10 അതില് നമ്മള് താഴേക്ക് വരുമ്പോൾ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യം. ഇവിടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു. നവീകരണ കാലം വരെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഞാൻ വായിക്കുന്നില്ല, കാരണം അത് വായിച്ച് വിശദീകരിക്കാൻ സമയമില്ല. 11-ാമത്തെ വാക്യം. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. നോക്കണം, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതവും സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ച്, കണ്ടോ, മുമ്പേ വിശദീകരിച്ചതിന്റെ കുറച്ചുകൂടെ സ്പഷ്ടമായ വിശദീകരണം കണ്ടോ. നോക്കിയേ, മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതവുമല്ലാത്ത സൃഷ്ടവസ്തുക്കളിൽ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ച്, ശ്രീകോവിൽ എന്ന് പറയുന്നതാണ് ഈ അതിപരിശുദ്ധ സ്ഥലം, അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുന്നത്. ശ്രീകോവിൽ പ്രവേശിച്ച് അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. അപ്പം ഓർക്കുക, യേശുവിന്റെ ബലി യേശു ഭൂമിയിൽ വന്ന് അർപ്പിച്ച് ആയതല്ല, അവിടുന്ന് മഹാപുരോഹിതനായതുകൊണ്ട് ഭൂമിയിൽ ബലി അർപ്പിക്കുവാനായി വന്നതാണ്. എന്നിട്ട് പറയാണ്, അവൻ പ്രവേശിച്ച് കൂടാരത്തിലെ ശ്രീകോവിൽ പ്രവേശിച്ച് അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത്. അപ്പം സ്വർഗത്തിൽ കൈപ്പണി അല്ലാത്തതായിട്ടുള്ള കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതവും സൃഷ്ടവസ്തുക്കൾ ഉൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ചു യേശു. അപ്പൊ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് തോളിൽ തലചായ്ച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തതേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ ആ അർപ്പണത്തിൽ മറുവശം, അതിനൊരു സ്പിരിച്വൽ റിയാലിറ്റി ഉണ്ട്. ഇതാണ് ഫിനിഷ്ഡ് വർക്കിന്റെ, ഞാനന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഫിനിഷ്ഡ് വർക്ക് കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൽ ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന ആദ്യ ഭാഗമാണ് കർത്താവ് വെളിപ്പെടുത്തി. അപ്പൊ ആ ഭാഗത്തിൽ വരുന്ന ഇത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്നാ ചെയ്തേ, സ്വർഗത്തിൽ ചെയ്തതായി കണ്ടത് മനുഷ്യനിർമ്മിതവും, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതവും സൃഷ്ടവസ്തുക്കൾ ഉൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ചു. സ്വർഗത്തിലെ ശ്രീകോവിലിൽ പ്രവേശിച്ചു. ആര്? യേശു. അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയും കാളക്കിടാക്കന്മാരുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. അപ്പൊ സ്വർഗത്തിൽ ഒരു ബലി നടന്നു. ഭൂമിയിലെ ബലിയാണ് നമ്മൾ കണ്ടത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പരിശുദ്ധ അമ്മയെ യോഹന്നാൻ എന്ന പ്രിയ ശിഷ്യനെ സമർപ്പിക്കുന്നു. ആ നാഴികയിൽ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊള്ളുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിലെ അവസാനത്തെ പ്രകടനം നമുക്ക് കാണുന്നു. അതിനുശേഷം തിരുവഴുത്ത് നിവൃത്തിയാകാൻ വേണ്ടി അവർ വിനാഗിരി കൊടുക്കുന്നു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, സകലം പൂർത്തിയായിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ സമയം നമ്മൾ കാണുന്നത് ഭൂമിയിൽ സംഭവിച്ച ഈ ക്രിയയാണ്. അപ്പൊ തന്നെ എന്റെ സ്പിരിച്വൽ അർത്ഥം എബ്രായ ലേഖനകാരൻ പറയുകയാണ്, കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി തികവേറിയ കൂടാരത്തിലൂടെ യേശു കടന്നു. എവിടെ? ശ്രീകോവിലിൽ കടന്നു, മോസ്റ്റ് ഹൈ പ്ലേസിൽ കടന്നു. എവിടുത്തെ? സ്വർഗത്തിലെ ദേവാലയത്തിൽ യേശു പ്രവേശിച്ചു. ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട് അവിടെ പ്രവേശിച്ചു. യേശു അവിടെ ബലി അർപ്പിച്ചു. ആ ബലിയർപ്പണത്തിലൂടെ നിത്യരക്ഷ സമ്പാദിച്ചു. അതാണ് ഇവിടെ കാണുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കന്മാരുടെയും രക്തമല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. എന്നിട്ട് നോക്കണം, എന്നിട്ട് അടുത്ത് ചോദിക്കുക, കാളക്കിടാക്കന്മാരുടെയും രക്തം, പശുക്കിടാക്കന്മാരുടെയും ഭസ്മം വിതറുന്നവരെ അശുദ്ധരായവരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നുവെങ്കിൽ, 14-ാമത്തെ വാക്യം, നിത്യാത്മാവ് കൊണ്ട് കളങ്കരഹിതമായി തന്നെ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികം വിശുദ്ധീകരിക്കുകയില്ലേ. അപ്പൊ അവിടെ ആ ചിത്രം നമ്മൾ കാണുകയാണ്. യേശു വിശുദ്ധ ദേവാലയത്തിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിൽ ഒരു ബലി അർപ്പിച്ചു.
ആ സ്വർഗത്തിൽ അർപ്പിക്കപ്പെട്ട ബലിയിലേക്ക് നിങ്ങൾ വരിക. നമ്മൾ ആ ഭൂമിയിൽ അർപ്പിക്കപ്പെട്ട ബലിയാണ് നമ്മൾ കണ്ടത്. കാൽവരി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ബലി, രക്തരൂക്ഷിതമായ ഒരു ബലി, രക്താർപ്പിതമായ ഒരു ബലി, അത് നമ്മൾ കണ്ടു. അപ്പൊ തന്നെ സ്വർഗത്തിലെ ദേവാലയത്തിൽ എന്നേക്കും പുരോഹിതനായ, മരണം കഴിഞ്ഞും അവിടുന്ന് പുരോഹിതനാണ്. അവിടുത്തെ പൗരോഹിത്യം അവസാനിച്ചിട്ടില്ല, അവസാനിക്കത്തില്ല. രക്ഷയുടെ പദ്ധതി നമ്മുടെ കൺമുമ്പിൽ കുരിശിൽ കഴിഞ്ഞു. എന്നിട്ടും അവിടുന്ന് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നിത്യ പുരോഹിതനാണ്, എന്നേക്കും ശുശ്രൂഷകനാണ്. അതുകൊണ്ട് ഞാൻ ആ 2-3 പദങ്ങള് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുന്നത് സ്വീകരിക്കുക. അത് യേശു സ്വർഗത്തിലെ ദേവാലയത്തിലെ നിത്യ ശുശ്രൂഷകനാണ്, നിത്യ അർപ്പകനാണ്, എന്നേക്കുമായി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എന്നേക്കുമായി അർപ്പിക്കപ്പെടുന്ന ബലിയിലാണ് ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന ബലി ചേർത്ത് വെക്കപ്പെടുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്നേക്കും അർപ്പിക്കപ്പെടുന്ന ബലിയാണ് ഭൂമിയിലെ ബലിയിൽ സന്നിഹിതമാവുന്നത്. ഇതാണ് സഭയുടെ വിശ്വാസം. അപ്പൊ എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഞാൻ ഇനി അത് നമ്മുടെ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് ഞാൻ വിശദീകരിക്കാം. ഇത് ലേവിയായി യാഗമേ അല്ല. ലേവിയായി യാഗമായിരുന്നെങ്കിൽ നമ്മുടെ ഫറോന പള്ളിയുടെ പരിസരത്തൊക്കെ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം അവിടെ എല്ലാം തടിപ്പിച്ച കാളക്കുട്ടിയെയും മൃഗത്തെ ആടിനെയും മാടിനെയും എല്ലാം കൂടെ കെട്ടിയേനെ. അതിന്റെ എല്ലാം കൂടെ മുക്ര കൊണ്ട് നമുക്ക് ആ ഭാഗത്തെങ്ങും പോകാൻ പറ്റില്ലായിരുന്നു. കച്ചവടക്കാരും ഞങ്ങൾ ഈ പാറേപ്പള്ളിയുടെ പുറയില ചങ്ങനാശ്ശേരി താമസിക്കുന്നത്. പാറേപ്പള്ളി പരിസരത്തെങ്ങും പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഇത്രയും ജനം വരുന്ന സ്ഥലത്ത് പശുവിനെ കിട്ടാൻ തന്നെ ഇടമില്ലാതെ ഈ പരിസരം വല്ലതും നിറയാൻ പറ്റുമായിരുന്നു. ആടും മാടും എല്ലാം കൂടെ കെട്ടണമായിരുന്നു. പക്ഷെ അവിടെ ബലിയർപ്പണമുണ്ട്. ആ ഓരോ ദിവസവും അവിടെ ബലിയർപ്പണമുണ്ട്. ഞാൻ മിക്കവാറും അവിടുത്തെ ബലിയർപ്പണത്തിൽ പങ്കാളിയാവുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അവിടെ കാളയെ ബലിയർപ്പിക്കുന്നത്. ഇന്ന് വരെ ഞാൻ കണ്ടില്ല അവിടെ ആടിനെ ബലിയർപ്പിക്കുന്നത്. ഇന്ന് വരെ പ്രാവിനെ ബലിയർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നും ഈശോയുടെ ശരീരരക്തങ്ങളുടെ അർപ്പണം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ബലിയാണ് സ്വർഗത്തിൽ എന്നേക്കും അർപ്പിക്കപ്പെടുന്ന ഈ ബലിയാണ് ഓരോ ദിവ്യ ബലികളിലും സംജാതമാകുന്നത്, സന്നിഹിതമാകുന്നത്. ഓ ഹല്ലേലൂയ. ഇത് എന്റെ വാക്കുകളല്ല. ഞാനിത് സഭയുടെ പ്രബോധനത്തിൽ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് വായിച്ചിട്ടുണ്ടാകും. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാത്തവരുടെ അറിവിലേക്ക് ഞാനിത് സഭയുടെ പ്രബോധനത്തിൽ നിന്ന് കാണിക്കാം. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. അല്ലാതെ എന്താ ചെയ്യുന്നത്? ഇതിപ്പം കണ്ടേ പറ്റുള്ളൂ. കാരണം ഇത് നമ്മളെ തെറ്റിദ്ധരിക്കും. കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ബലിയൊക്കെ തീർന്നു, നിങ്ങൾ ഇനി എന്തോ ബലി അർപ്പിക്കുന്നേ. അപ്പൊ നമ്മൾ ചിന്തിക്കേ അല്ലേലും ശരിയാണല്ലോ, ഈ ബലിയെല്ലാം തീർന്നിട്ട് പിന്നെ നമ്മൾ ഇനി എന്തോ ബലിയാ ഇവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംശയമായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാനിത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇതാ വായിച്ചു. സഭയുടെ പ്രബോധനമാണ്. ഓക്കെ, വായിക്കാമോ? ഓക്കെ, 1365 മുതൽ ഞാൻ വായിക്കാം. കുർബാന ക്രിസ്തുവിന്റെ പെസഹയുടെ അനുസ്മരണമാകിയാൽ അതൊരു ബലി കൂടെയാണ്. ഓക്കെ, കുർബാന ക്രിസ്തുവിന്റെ പെസഹയുടെ അനുസ്മരണമാകിയാൽ അതൊരു ബലി കൂടെയാണ്. കുർബാനയുടെ ബലിപരമായ സ്വഭാവം സ്ഥാപന വാക്യത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്കായുള്ള എന്റെ ശരീരമാണ്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടി. ഞാൻ അടിവരയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ നോക്കുക. ക്രിസ്തു കുരിശിൽ സമർപ്പിച്ച അതേ ശരീരം, അടിവരയിട്ട് നോക്കുക. ക്രിസ്തു കുരിശിൽ സമർപ്പിച്ച അതേ ശരീരം കുർബാനയിൽ അവിടുന്ന് നമുക്ക് നൽകുന്നു. പരിഹാരാർത്ഥം നമുക്കായി ചിന്തിയ അതേ രക്തം നമുക്ക് നൽകുന്നു. അതേ ശരീരം കുർബാനയിൽ നമുക്ക് നൽകുന്നു. പാപപരിഹാരം ആർത്ഥം നമുക്കായി ചിന്തിയ അതേ രക്തം നമുക്ക് നൽകുന്നു. 1366 ഖണ്ഡിക പറയുകയാണ്, അങ്ങനെ കുർബാന ഒരു ബലിയാണ്. കാരണം അത് കുരിശിന്റെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. കാണാമോ? കുർബാന ഒരു ബലിയാണ്. കാരണം ഇത്രയും വേണ്ടല്ലേ? ഓക്കെ, കുർബാന ഒരു ബലിയാണ്. കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. പുതിയതായി ഒന്നും അർപ്പിക്കുന്നില്ല. യേശു ഒരിക്കലായി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടത് സന്നിഹിതമാകുന്നു.
കാരണം യേശുവിന്റെ ബലിയർപ്പണം അത് ഒരു കാലത്തേക്കല്ല, ബഹുകാലത്തേക്കുമല്ല, ഇരുകാലത്തേക്കുമല്ല, സദാകാലത്തേക്കാകയാൽ അതിന് സന്നിഹിതമാകാൻ കഴിയും ഓരോ ബലിയർപ്പണത്തിലും. അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. അത് കുരിശിലെ ബലിയുടെ ഫലം പ്രായോഗികത്തിൽ കൊണ്ടുവരുന്നു. അത് കുരിശിലെ ബലിയുടെ ഫലം പ്രായോഗികതയിൽ കൊണ്ടുവരുന്നു, ആക്ച്വലൈസ് ചെയ്യുന്നു, എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ ഈ പ്രധാന ഭാഗങ്ങള് അടിവരയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയാ. 1367 ഖണ്ഡിക ഒന്ന് നോക്കൂ. ക്രിസ്തുവിന്റെ ബലിയും കുർബാനയാകുന്ന ബലിയും ഒരു ബലിയാണ്. അതെങ്ങനെയാ ഒരു ബലിയാകുന്നേ? അടുത്തത് കേൾക്കുക. ബലിവസ്തു ഒന്ന് തന്നെയാണ്. അന്ന് കുരിശിൽ തന്നെ അർപ്പിച്ചവൻ തന്നെയാണ് ഇന്ന് പുരോഹിതന്മാരുടെ ശുശ്രൂഷയിലൂടെ സമർപ്പിക്കപ്പെടുന്നത്. സമർപ്പണത്തിന്റെ രീതിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് കത്തോലിക്കരായിരിക്കും സഹോദരങ്ങളും കേൾക്കേണ്ട ഒരു വാക്കാണ്. ഇത് സമർപ്പിക്കപ്പെടുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. കുർബാനയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ദൈവിക ബലിയിൽ ഒരിക്കൽ രക്തം ചീന്തി കുരിശാകുന്ന അൽത്താരയിൽ തന്നെ അർപ്പിച്ച ക്രിസ്തു സന്നിഹിതനാവുകയും, അടുത്ത വാക്ക് നോക്കുക, രക്തരഹിതമായ വിധത്തിൽ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ബ്ലഡി അല്ല, രക്തരഹിതമായ വിധത്തിൽ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിന് 1367 ഖണ്ഡികയുടെ ആദ്യ ഭാഗം എല്ലാവരും മനസ്സിൽ വെക്കുക. ക്രിസ്തുവിന്റെ ബലിയും കുർബാനയാകുന്ന ബലിയും ഒരേ ബലിയാണ്. ബലിവസ്തു ഒന്ന് തന്നെയാണ്. അന്ന് കുരിശിൽ തന്നെ അർപ്പിച്ചവൻ തന്നെയാണ് ഇന്ന് പുരോഹിതന്മാരുടെ ശുശ്രൂഷയിലൂടെ സമർപ്പിക്കപ്പെടുന്ന ഈ ദൈവിക ബലിയിൽ ഒരിക്കൽ രക്തം ചീന്തി ക്രൂശാകുന്ന അൽത്താരയിൽ തന്നെ അർപ്പിച്ച ക്രിസ്തു സന്നിഹിതനാവുന്നു. ഓ, വാട്ട് എ മിസ്റ്റിസിറ്റി, വാട്ട് എ മിസ്റ്ററി, വാട്ട് എ മിസ്റ്റൂരിയോൺ. എന്ത് വലിയൊരു രഹസ്യമാണ്. അതുകൊണ്ട് അതിനെ കൂദാശ എന്ന് വിളിക്കുന്നത്, സാക്രമെന്റ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് കേവലം ബ്രെഡും ജ്യൂസും പരിപാടിയല്ല. അങ്ങനല്ല സഭ എന്നെ കാണുന്നേ. ഓരോ തവണ ദിവ്യബലി അർപ്പിക്കപ്പെടുമ്പോഴും ആ ബലി ഈശോയുടെ ശരീര രക്തങ്ങളുടെ അർപ്പണമാണ്. സന്നിഹിതമാവുകയാണ്. നിങ്ങൾ ആ പദം കേട്ടു എന്ന് ചിന്തിക്കുന്നു. സന്നിഹിതമാവുന്നു. 1366 ഖണ്ഡികയുടെ ആ ഭാഗം. അങ്ങനെ കുർബാന ഒരു ബലിയാണ്. കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. കാരണം ഓരോ തവണ ചെയ്യുമ്പോഴും കർത്താവ് പറഞ്ഞു, ചെയ്യുവീൻ എന്ന് പ്രബോധനം പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാണ്. ഇതെന്റെ ശരീരത്തിന്റെ ഓർമ്മയാണെന്നല്ല പറഞ്ഞേ, ഇത് എന്റെ ശരീരമാണ്. ഇത് ചെയ്യുന്നത് നിങ്ങൾ ഓർമ്മയ്ക്കായിട്ടാണ്. പക്ഷെ ചെയ്യുന്നത് ഓർമ്മയല്ല, ചെയ്യുന്നത് എന്റെ ശരീരമാണ്. അപ്പൊ ഓരോ തവണയും ഈശോയുടെ ശരീരമായി അത് ശരീരം അവിടെ സന്നിഹിതമാവുകയാണ്. കുർബാന ഒരു ബലിയാണ്, കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. കുരിശിലയുടെ ബലിയിലെ ഫലം പ്രായോഗികതയിൽ കൊണ്ടുവരുന്നു. 1375 ആ പാരഗ്രാഫിലെ ആ ഖണ്ഡികയുടെ വിശദീകരിക്കാം. അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതമാകുന്നത്. അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതമാകുന്നത്. ഇത് ആദ്യ നൂറ്റാണ്ട് മുതലേ ഉള്ള സഭയുടെ വിശ്വാസമാണ്. യോഹന്നാൻ ക്രിസോസ്റ്റത്തിന്റെ കോട്ട അവിടെ. അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറാൻ മനുഷ്യനല്ല, നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് കാരണമായിരിക്കുന്നത്. അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറാൻ മനുഷ്യനല്ല, അർപ്പിക്കുന്ന പുരോഹിതനോ മനുഷ്യനോ അല്ല, നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കേണ്ട ക്രിസ്തു തന്നെയാണ് കാരണമായിരിക്കുന്നത്. പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു, പക്ഷേ അവയുടെ ശക്തിയും അനുഗ്രഹവും ദൈവത്തിൻ്റെതാണ്.
ഇത് എന്റെ ശരീരമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ വാക്കുകൾ സമർപ്പിക്കപ്പെട്ട വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നു. ഇതായിരുന്നു നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ വിശ്വാസം. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഈ വിശ്വാസം ശിരസ വഹിച്ചതുകൊണ്ടാണ്. റോമാക്കാർ അവരെ നോക്കി പറഞ്ഞു, ഇവര് നരഭോജികളാണ്, കാരണം ശരീരം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ അംബ്രോസ് അതിനെ കുറിച്ച് പറയുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകൃതിയിൽ നിന്ന് രൂപപ്പെട്ടതല്ല, രൂപപ്പെടുത്തി എടുത്തതല്ല, പ്രകൃതിയാൽ രൂപപ്പെടുത്തി എടുത്തതല്ല, പിന്നെയോ ആശീർവാദത്താൽ പവിത്രീകരിക്കപ്പെട്ടതാണ്. അതാണ് ആശീർവാദത്തിന്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു. അവിടെയാണ് വസ്തുമാറ്റ സിദ്ധാന്തത്തിന്റെ ആ വിശദീകരണം വിശുദ്ധ അംബ്രോസ് നൽകുന്നത്. ഇതിൽ നിങ്ങൾക്കിത് ചാക്രിയ ലേഖനം 2000 വർഷത്തിൽ എഴുതിയ ജോൺ പോൾ രണ്ടാമൻ പരിശുദ്ധ പാപ്പയുടെ ചാക്രിയ ലേഖനം വായിച്ചാൽ ആ ബോഡി അതിനെക്കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഒരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ല. അതിന്റെ പ്രകൃതി തന്നെ മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അസ്തിത്വമില്ലാതാകുന്നതിനെ ശൂന്യതയിൽ നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ വചനമാണ് അസ്തിത്വമുള്ള വസ്തുവിനെ അവ മുമ്പ് ആയിരുന്നവയെ ആക്കി മാറ്റാൻ കഴിവില്ലേ? അതാണ് ആംബ്രോസ് ചോദിക്കുന്നത്. ത്രൊന്തോസ്തോനോദോസിന്റെ ആ വിശദീകരണവും കൂടെ ഇതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പൊ തിരികെ വരിക കം ബാക്ക്, തിരികെ വരിക. അപ്പം ഓക്കെ, എന്താ ഈ പറഞ്ഞു വരുന്നേ? 8 ചിത്രങ്ങളങ്ങാണ് പറഞ്ഞു. ഇനിയിപ്പോ എല്ലാം കൂടെ ക്രോഡീകരിക്കുക എളുപ്പമല്ല. ഇനി സഭ ഇതിനെ എങ്ങനെയാ കണ്ടിരുന്നത്? നൂറ്റാണ്ടുകളായി സഭ എങ്ങനെയാ ഇതിനെ കണ്ടിരുന്നത്? ഇതിനെ ദിവ്യ ബലിയായിട്ട് തന്നെയാണോ കണ്ടിരുന്നത്? അതോ കേവലം കർത്തൃമേശ, ഒരു മേശപ്പുറത്ത് തുണിയെടുത്ത് വെച്ചു, അവിടെ നമ്മൾ ഒരു ബ്രെഡ് വെച്ചു മുറിച്ചു, അങ്ങനെയാണോ കണ്ടിരുന്നത്? അല്ല. നമ്മുടെ ഡോക്ടർ ചെറി കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഇതിന്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പരിശുദ്ധ കുർബാനയാണ് 1-ാം നൂറ്റാണ്ടിൽ ആശീർവാദത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മള് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വരുമ്പോ അതിനു മുമ്പിൽ ആശീർവാദ പിതാവിന്റെ മഹാസ്നേഹത്തിന്റെയും പുത്രന്റെ കൃപയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സ്വീകരിക്കുവാനായി വരുന്നത് പോലെ കൊരിന്തോസിൽ ഉള്ള വിശുദ്ധര് വന്നിരുന്നു. ഡോക്ടർ അത് വിശദീകരിച്ചു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-ാം വാക്യം, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അതുപോലെ തന്നെ 21-ാം വാക്യം, ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കുകയില്ല. അപ്പോ പൗലോസ് ഇത് ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാം. ആ സഭ അവർ സമ്മേളിക്കുമ്പോൾ അവിടെ ചില വിഭാഗീയതകൾ ഉണ്ടായിരുന്നു. ആ വിഭാഗീയതകളെ പ്രത്യേകിച്ച് കത്തുമേശ എങ്ങനെ നടത്തണം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ വെച്ച് ഫോൾട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് പൗലോസ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ 10-ാം അധ്യായം പൗലോസ് കൊണ്ടുവരികയാണ്. അതായത് നിങ്ങളുടെ പിതാക്കന്മാർ മേഘത്തിലൂടെയും വെള്ളത്തിലൂടെയും പോയി മോശയോട് ചേർക്കപ്പെട്ടു. അവരൊരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആത്മീയ ആഹാരവും കഴിച്ചു. ആ ആത്മീയ പാനീയവും ആത്മീയ പാറയും ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന ഒരു പാറയെന്ന് ഒരു കുടിക്കുകയും ക്രിസ്തു എന്നുള്ള ഒരു പാറയെന്ന ഒരു ആഹാരം കഴിക്കുകയും ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് പറയും, ഒരു ശരീരം ആത്മീയ പാറയും ക്രിസ്തു. അത് മേളിലോട്ട് ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. 16-ാം വാക്യം സ്ക്രീനിൽ വരുന്നുണ്ട് ഡോക്ടറെ. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗഭാഗിത്വമല്ലേ? ആശീർവാദത്തിന്, അതാണ് ആ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് ഡോക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് നോക്കൂ. 16-ാമത്തെ വാക്യത്തിൽ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം കണ്ടോ? നാം പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു കംപ്ലീറ്റ്. അല്ല പറഞ്ഞു.
നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പവും ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പൊ ആ യൂക്രിസ്റ്റ് അവിടെ കൊണ്ടുവരുമ്പോൾ ഇതിനൊരു ഒരു ഒരു സഭ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിള് നമുക്ക് ബൈബിളിനകത്തുടനെ കർത്താവ് തന്നെ ഉദ്ധിതനായ കർത്താവ് രണ്ട് ശിഷ്യന്മാര് എമ്മേസിലോട്ട് പോകുമ്പോൾ കർത്താവ് അവരുടെ കൂടെ വേറെ ഡിഫറെന്റ് വേ അപ്പിയർ ചെയ്തിട്ട് അവരോട് സംവാദിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ അവര് യെരുശലേമിൽ നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും അറിയാത്തതിന്റെ കൂട്ട് കർത്താവ് അവരുടെ കൂടെ പോകുമ്പോൾ കർത്താവ് പഴയ നിയമവും എല്ലാം എടുത്ത് ക്രിസ്തു കഷ്ടം സഹിക്കേണ്ടി വരും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം കത്തുന്നതായിട്ട് വചനത്തിൽ ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ സന്ധ്യയായപ്പോൾ വീടോട് അടുത്തു, അവര് വീട്ടിലേക്ക് ക്ഷണിച്ചു. സന്ധ്യാസമയം കർത്താവ് അപ്പം എടുത്തു നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നെന്ന് പറയുന്നു. അപ്പോൾ അവർ യേശുവിനെ സാക്ഷാൽ കാണുന്നു. ഉടനെ വചനം പറയുന്നു കർത്താവ് അപ്രത്യക്ഷമായി. അപ്പോൾ ഇനി മുതൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് എക്സാക്ട്ലി യൂക്രിസ്റ്റ് വഴിയായിട്ടാണ്. ആ യൂക്രിസ്റ്റിലെ ബലി അർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ബലിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ അർപ്പിക്കുന്ന ബലിവസ്തുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈസ് ഇൻ റിയാലിറ്റി പ്രത്യക്ഷമാകുന്നതിന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ അതിനൊരു സ്ക്രിപ്ചർ ഉണ്ട്, അതാണ് ലിറ്റർജി. സ്ക്രിപ്ചർ കഴിഞ്ഞ് ബലിയിൽ വരുമ്പോഴത്തേക്ക് ആ ബലി വസ്തുവിന്മേൽ കർത്താവ് ലിറ്ററലി his presence is felt full. രക്തം, ഫ്ലഷ്, ബ്ലഡ്, ഫ്ലഷ്, സോൾ ആൻഡ് ഇൻ ഡിവിനിറ്റി പൂർണ്ണമായും ക്രിസ്തുവിന്റെ പ്രസൻസ് അതിന്റെ മേൽ വരുന്നു. അതാണ് ഒരു ശരീരം പല അംശങ്ങളായ നാം ഒരു ശരീരത്തിൽ ഒരപ്പത്തിൽ നിന്ന് നമ്മൾ കഴിക്കും. അത് തന്നെയാണ്. അതായത് ഇവിടെ എബ്രായ ലേഖനകാരൻ പറഞ്ഞു തന്നെ, അതായത് ഇവിടെ ഈ കൊരിന്ത്യൻ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഈ വാക്യം നോക്കിക്കേ, ഇത് എനിക്ക് സ്ക്രീനിൽ അവർക്ക് കാണാൻ കഴിയുന്ന ഓക്കെ താങ്ക് യു. നോക്കിക്കേ, ജനനം കൊണ്ട് ഇസ്രായേൽ ബലിവസ്തുക്കൾ ബലിപീഠത്തിൽ 18-ാമത്തെ വാക്യത്തില് നോക്കിയോ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം എന്തെന്നാൽ ആ അപ്പത്തിന്റെ ഭാഗവാക്കുകളാണ്. എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന എവിടെ നോക്കി, ജനനം കൊണ്ടും മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവീൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിൽ ഭാഗഭാഗിത്വം. നോക്കിയേ, പഴയ നിയമത്തിലെ ബലി ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യുകയാണ്. ഏതിനെ? പുതിയ നിയമത്തിലെ എന്താ കർത്തൃമേശയെ അല്ലെങ്കിൽ കുർബാനയെ പഴയ നിയമത്തിലെ ബലിയായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണ്, ആർക്കാണ് ബലിപീഠത്തിൽ ഉള്ളത് കഴിക്കാനുള്ളത്? അതായത് ബലി അർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ബലിപീഠത്തിലുള്ളത് കഴിക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം എന്ന് പറഞ്ഞാൽ, ബലി അർപ്പിക്കപ്പെടുന്നത് ആരാണോ കഴിക്കുന്നത് അവർക്കാണ് ബലിപീഠത്തിലെ അനുഗ്രഹം ഉണ്ടാകുന്നേ. മനസ്സിലായോ? ബലിവസ്തുക്കൾ ആരാണോ കഴിക്കുന്നത് അവർക്കല്ലേ ബലിപീഠത്തിൽ ഭാഗഭാഗിത്വം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ആരാണോ ബലി അർപ്പിച്ച്, അതായത് എല്ലാവർക്കും കൊടുക്കുകയല്ലത്, ആർക്കു വേണ്ടിയാണോ ബലി അർപ്പിച്ചത് അവർക്കാ കൊടുക്കുന്നേ. ഏത്? ബലി അർപ്പിക്കപ്പെട്ട ആ മൃഗത്തിന്റെ ഫ്ലഷ്, ആ ശരീരം കൊടുക്കുന്നത് അല്ലെങ്കിൽ മാംസം കൊടുക്കുന്നത്. അപ്പൊ ആ കഴിക്കുന്നവർക്കല്ലേ ആ ബലിപീഠത്തിൽ നടന്ന അല്ലെ ബലിപീഠത്തിൽ ഉള്ളതിന് അനുഗ്രഹം ഉണ്ടായത്, അനുഗ്രഹം ഉണ്ടാകുന്നത്. അതാ ചോദിക്കുന്നേ. നാട്ടുകാർക്കല്ലല്ലോ, ആരാണോ ബലി അർപ്പിക്കുന്നത് അവരാ കഴിക്കുന്നേ, അവർക്കല്ലേ അതിന്റെ അകത്ത് ബലിപീഠത്തിൽ ഭാഗഭാഗിത്വം ഉള്ളേ. അപ്പൊ നോക്കി ഇതിനെ ഏതിനോടാ കണക്ട് ചെയ്യുന്നതെന്ന്. അവിടുത്തെ ബലിയർപ്പണത്തോടാണ് ഇവിടുത്തെ പരിശുദ്ധ കുർബാനയെ അല്ലെങ്കിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ കൂടെ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബലിപീഠത്തിൽ നിന്ന് അന്ന് അവര് ഭക്ഷിച്ചു, അതുവഴി അവർക്ക് അതിന്റെ അത് ഭാഗഭാഗിത്വം കിട്ടി, അവരതിന്റെ ഭാഗമായി. ഇന്ന് നിങ്ങൾ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു. ഏതിന്? ആ ഇന്നസെന്റ് ആയിട്ട് അർപ്പിക്കപ്പെട്ട ആട്, കുറ്റമില്ലാതെ വിത്തൗട്ട് ബ്ലമീഷ് ആയിരുന്നു ആ ആട്. അതിൽ നിന്ന് ഭക്ഷിച്ചപ്പോ നിങ്ങൾക്ക് ബലിപീഠത്തിൽ ഭാഗഭാഗിത്വം കിട്ടി.
ഇന്ന് ഈശോയുടെ ശരീരം ഭക്ഷിക്കുമ്പോ, കേട്ടോ, കണക്ഷൻ കണ്ടോ, ഈശോയുടെ ശരീരം ഭക്ഷിക്കുമ്പോ നിങ്ങൾക്ക് അവിടുത്തെ ബലിയിലാണ് ഭാഗഭാഗിത്വം കിട്ടുന്നത്. അപ്പൊ പുതിയ നിയമ കർത്തൃമേശയെ അല്ലെങ്കിൽ ബലിയർപ്പണത്തെ അല്ലെങ്കിൽ കുർബാനയെ ബലിയർപ്പണമെന്ന് തന്നെയാ ബൈബിള് വിളിച്ചത്. ഓ മൈ ഗാഡ്, എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണത്. എന്നിട്ട് ഇവിടെ അടുത്ത വിഷയം അവതരിപ്പിക്കുകയാണ്. വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥങ്ങളോ വിഗ്രഹത്തിന് ഏതെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, വിജാതിയർ ബലിയർപ്പിക്കുന്ന പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. വിജാതിയർ ബലിയർപ്പിക്കുന്നുണ്ട്, അത് പിശാചിനാണ്. ഇനി അടുത്ത എന്തായിരിക്കണം അപ്പൊ ഇപ്പുറത്ത് വരണ്ടേ? നമ്മളും ബലിയർപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് ആർക്കാണ്? ദൈവത്തിനാണ്. നോക്കിയേ, ദൈവത്തിനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പിശാചുക്കളിൽ പങ്കാളിയാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 21 ഒരേ സമയം കർത്താവിന്റെ പാനപാത്രത്തിലും പിശാചുക്കളുടെ പാനപാത്രത്തിലും കുടിപ്പാൻ സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും, കണ്ടോ, പിശാചിന്റെ മേശയിലും. അപ്പൊ മേശ എന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം പറഞ്ഞ എന്നാ? ബലി എന്നാ. ലുക്ക് അറ്റ് ദ പിക്ചർ. ആദ്യം പറഞ്ഞു പിശാചിന്റെ ബലി, ദൈവത്തിന്റെ ബലി. എന്നിട്ട് താഴേക്ക് വരും പറയാണ് പിശാചുക്കളുടെ മേശ, കർത്താവിന്റെ മേശ. അപ്പൊ അന്നേ കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോ തന്നെ സഭയിൽ ബലിയർപ്പണമുണ്ട്. പക്ഷെ അത് പിശാചിനല്ല, ദൈവത്തിനെ ബലിയർപ്പിക്കുന്നേ. അതെടുത്ത് പറയുന്നത് ആ കർത്തൃമേശ എന്ന് പറയുന്നതിന് മുമ്പേ പറഞ്ഞു ബലിയർപ്പണമാണ്. അത് ഭാഗഭാഗിത്വം അല്ലേ? അതുകൊണ്ടാണ് സഭ വിശ്വസിക്കുന്നത് ഓരോ ദിവ്യബലിയിലും ഈശോയുടെ ബലി സന്നിഹിതമാവുകയാണ്. അതാ നമ്മൾ ആദ്യം വായിച്ചത് ഹെബ്രായർ 10:14, ഹെബ്രായർ 10:10. ഒരിക്കലാണ്, പക്ഷെ എന്നേക്കുമാണ്. കാരണം യേശു എന്ന പുരോഹിതൻ ബലിയർപ്പണം അവസാനിപ്പിച്ചിട്ടില്ല. ഓ മൈ ഗാഡ്, ഈ അടുത്ത ഭാഗം നിങ്ങളൊന്ന് ഇത് മലാക്കി പ്രവാചകൻ പറഞ്ഞു വെച്ചതാണ്. നോക്കൂ, മലാക്കി 1:11. സൂര്യോദയം മുതൽ അസ്തമയം വരെ അവന്റെ നാമം ജനങ്ങളുടെ മഹത്വപൂർണമാണ്, ജനങ്ങളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധവുമായ കാഴ്ചകൾ അർപ്പിക്കപ്പെടുന്നു. എന്നാൽ ജനതകളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യും. മലാഖിയിലെ പറഞ്ഞു സൂര്യോദയം മുതൽ അസ്തമയം വരെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശു ആരാണ്? നിത്യപുരോഹിതനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും സമയം പറഞ്ഞ ഒന്ന് ക്രോഡീകരിക്കട്ടെ. ഇത്രയും സമയം നിങ്ങൾ ഇത് കേൾക്കുക എന്ന് പറയുന്നതന്നെ ഉണ്ടല്ലോ, സംതിങ് ഐ റിയലി അപ്രിഷിയേറ്റ് യു. കാരണം ഇത് അതുപോലെ എന്നാ കാൽമുട്ടിന്റെ വേദന മാറുക, കഴുത്തിന്റെ വേദന മാറുക, ആ പരിപാടി അല്ല ഇത്. ദിസ് ഈസ് സംതിങ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദി സ്ക്രിപ്ചർ. സഭയുടെ ആ ലിറ്റർജിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മളൊരു കുർബാനയിൽ പങ്കെടുത്താൽ, നിങ്ങളിപ്പോ സിറോ മലബാർ ക്രമത്തിലോ ലത്തീൻ ക്രമത്തിലോ മലങ്കര ക്രമത്തിലോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ആ പശ്ചാത്തലം ഏത് കുർബാനയിൽ നിങ്ങൾ പങ്കെടുത്താലും ബലിയർപ്പണത്തിന്റെ ആ ഒരുക്ക നിമിഷത്തിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ നോക്കിയാൽ അറിയാം. ലത്തീൻ ക്രമത്തില് ഒരു പുരോഹിതൻ പറയാറുള്ള വാക്കുകള്, ഹൃദയ വിചാരങ്ങള്, കർത്താവിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തുകയും. അപ്പം ജനം കർത്താവിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തുന്നു. ഓക്കെ, അതാ ലത്തീൻ ക്രമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങോട്ടാ ഉയർത്തുന്നേ? ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന, എടുത്തുയർത്തപ്പെടുന്ന ഈ അപ്പവും അല്ലെങ്കിൽ ഈ തിരുശരീരവും തിരുരക്തവും ഈശോയുടെ ശരീരവും രക്തവുമായി അതിലേക്ക് ഈശോയുടെ ശരീര രക്തങ്ങൾ സന്നിഹിതമാകുന്ന നിമിഷമാണ്. അതുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. സിറോ മലബാർ ക്രമത്തിൽ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം, ഹൃദയ വിചാര വികാരം ഉയരുകയാണ്. എങ്ങോട്ടാ? ഉയരങ്ങളിലേക്ക് ഉയരുകയാണ്. ഏതിലോട്ടാ ഉയരുന്നേ? എന്നേക്കും പുരോഹിതനായി യേശു ബലിയർപ്പിക്കുന്നു. ആ പുരോഹിതന്റെ നിത്യബലിയിലേക്ക് ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലി, ഒരിക്കലായി എന്നേക്കും അർപ്പിക്കപ്പെട്ട ബലിയുമായി ഇതെന്ത് ചെയ്യുന്നു? സന്നിഹിതമാവും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് 2000 വർഷം
സഭാചരിത്രം നോക്കിയാൽ അറിയാം. ഞാനിപ്പം ഒരു 60 സഭാപിതാക്കന്മാരുടെ കോട്ടിംഗ് കൂടെ ഇന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതി പ്രിപ്പയർഡ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ഇനി അതോടെ ഡൈജസ്റ്റ് ആവുന്നത്. കാരണം ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു. എന്ന് പറയാൻ ഉദ്ദേശിക്കാത്ത പോലെ ഇച്ചിരി ഞാൻ എന്റെ ഔട്ട് ഓഫ് സിലബസ് കാർഡും കയറി കേട്ടോ. ഐ എം സോറി ഫോർ ദാറ്റ്. ചില നേരത്ത് അങ്ങനെ കൈ നിൽക്കത്തില്ല. അത് വലിയ താല്പര്യം കൊണ്ട് അങ്ങ് കയറി പോകുന്നതാണ്, ഒന്നും വിചാരിക്കുകയും ചെയ്യരുത്. അതെന്റെ ഒരു ബലഹീനതയായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. നോക്കൂ, അപ്പൊ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഓരോ തവണ ദിവ്യബലിയിൽ നാം പങ്കാളികളാകുമ്പോൾ ഈശോയുടെ ശരീര രക്തങ്ങളാണ് സ്വീകരിക്കുന്നത് എന്ന വിശ്വാസത്തിൽ നിന്ന് ഒരാണുവിട മാറി. കാരണം 2000 വർഷത്തെ സഭയുടെ വിശ്വാസം അതായിരുന്നു. യൂക്കറിസ്റ്റിലുള്ള ലിറ്ററൽ പ്രസൻസ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തല്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചക്രീയ ലേഖനം വായിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചക്രീയ ലേഖനമാണ്. 2000 പ്രസിദ്ധീകരിച്ചതാണ്. ഓക്കെ, അതിന്റെ 2ാമത്തെ ഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ വായിക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. But the Christ present in the Eucharist is the Christ now glorified. Okay? കുരിശിൽ രക്തം ചീന്തിയ ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവായി, ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റായി ഓരോ ദിവ്യബലിയിലും സന്നിഹിതനാകുന്നു. അതാണ് ആ ചക്രീയ ലേഖനത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. വേണമെന്നില്ല. This is not too important. ഇങ്ങനെ അത് വിശദീകരിക്കാൻ പറയുന്നത്, Christ present in the Eucharist, in the Christ now glorified, who on Good Friday offered himself on the cross. This is what is emphasized by the words he spoke over the cup of wine. This is my blood of the covenant, which is poured out for many. അനേകർക്ക് വേണ്ടി ചീന്തപ്പെടുന്ന എന്റെ രക്തം. ഈശോ ചെയ്യുവീൻ എന്നാണ് ശിഷ്യരോട് പറഞ്ഞത്. ആ ചെയ്യുവീൻ എന്നുള്ളത് എന്നുള്ളൊരു ഗ്രീക്ക് വാക്കാണ്. ശരിക്കും അത് ഓഫർ എന്നുള്ള മീനിങ് ആണ്. അർപ്പിക്കുവീൻ എന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ പോവോ എന്നാണ് അത് ഗ്രീക്കിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ അർത്ഥം ഓഫർ ചെയ്യാനാ പറഞ്ഞു, ഓഫറിങ് ചെയ്യാനാ പറഞ്ഞു, അർപ്പിക്കാനാ പറഞ്ഞു. ഈച്ച് ടൈം യു ഓഫർ, ദ ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇസ് അപ്പിയർ ഇൻ ദി യൂക്രൈസ്റ്റ്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിന്റെ ശരീരം ദിവ്യബലിയിൽ സംജാതമാണ്. അപ്പം ഈ വിശ്വാസത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് എന്റെ സഹോദരങ്ങളെ, this is something glorious. നീണ്ട 8-ലധികം വർഷം താഴത്തെ ബേക്കറിയിൽ നിന്ന് ഒരു ബണ്ണും 1/2 കിലോ മുന്തിരി അരച്ച് അതിൻ്റെ അത് കുറെ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് വീഞ്ഞും കലക്കി, ഇത് കേവലം ഓർമ്മ മാത്രമാണ്. ഇത് കർത്താവിന്റെ ശരീരമോ രക്തമോ ഒന്നും അല്ല. ഇത് ശരീരത്തിന്റെ രക്തത്തിന്റെ ഓർമ്മ മാത്രമാണെന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അവിടുന്ന് ഞാൻ കാണുകയാണ് 2000 വർഷം സഭയുടെ വിശ്വാസത്തിൽ ദ സെന്റർ ഓഫ് ദി ചേർച്ച് എന്ന് പറയുന്ന യൂക്കറിസ്റ്റ് ആണ്. സഭയുടെ നടുക്കുണ്ടായിരുന്ന പുൾപിറ്റ് അല്ല, സഭയുടെ നടുക്കുണ്ടായിരുന്നത് ഈശോയുടെ ശരീര രക്തമായിരുന്നു. യുക്കറിസ്റ്റ് ആയിരുന്നു. അവിടുന്നാണ് യുക്കറിസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി നമ്മൾ പുൾപിറ്റ് എടുത്തു വെച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. പണ്ടെങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഉണ്ടല്ലോ, ഞാൻ ആ നൂറ്റാണ്ടുകളുടെ സഭാചരിത്രം നോക്കിയപ്പോ കണ്ടതാണ്. ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗി ഓടും എങ്ങോട്ടാണെന്നറിയോ? ശരീരരക്തങ്ങളെ സ്വീകരിക്കാൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഓടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ അടുക്കലേക്ക് ഓടും. അതിന്റെ ഒരു ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഓടും. അതുകൊണ്ടാ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഡോക്ടർ വായിച്ചപ്പോ പറഞ്ഞത്, നാം ആശീർവദിക്കുന്ന ആശീർവാദത്തിന് ഉപയോഗിച്ചിരുന്നു. അതിന്റെ തെളിവാണ്. ഇന്നിപ്പം അർലിക്കയില് എഴുന്നള്ളിച്ച് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണിത്?
ആശീർവാദത്തിന് ഉപയോഗിച്ചിരുന്നു. കൊരിന്തോസ് ലേഖനം വായിച്ചു നോക്ക്. See the beauty of the belief. എത്ര ശക്തമാണ്. നമുക്ക് ഇതോട് അടുക്കാം. അതാ ഞാൻ പറയുന്നത്. അപ്പൊ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി അവസാനിച്ചോ? മനുഷ്യകുലം അവസാനിച്ചില്ലല്ലോ. ജനിച്ചവരും ജീവിച്ചവരും മരിച്ചവരും ജീവിക്കാതിരിക്കുന്നവരും എല്ലാരും കിടക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള യേശുവിന്റെ അർപ്പണം ഇന്നും നടക്കുക. അതെങ്ങനെയാ അർപ്പിക്കപ്പെടുന്നത്? ഒരേ ശരീരമാണ്. അതുകൊണ്ടാ സഭ വിശ്വസിക്കുന്നത് ഇനിയൊരു പുതുതായിട്ട് ഒന്നും അർപ്പിക്കാനില്ല. ഉണ്ടായിരുന്ന ആടിനെയും മാടിനെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേനെ. വൺ ബോഡിയേ ഉള്ളൂ. ആ ബോഡി ഇവിടെ സന്നിഹിതമാവുക, ആക്ച്വലൈസ് ചെയ്യപ്പെടുക in a glorified form. What a glorious faith. We are privileged to serve and we are privileged to have this wonderful faith. ഇന്ന് ഈ ദിവ്യബലിയുടെ ഐശ്വര്യം നമ്മിലേക്ക് വരട്ടെ. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ചിലരെങ്കിലും ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാനിങ്ങനെ കമന്റ് ബോക്സിൽ നോക്കുമ്പം ചോദിക്കുന്നുണ്ടാവും, അതെങ്ങനെയാ ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട ദിവ്യബലിയിൽ നമുക്ക് അങ്ങ് പങ്കാളികളാകാൻ പറ്റും? ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യബലിയില് നമുക്കിന്ന് പങ്കാളികളാകാൻ പറ്റുമോ? അതറിയാൻ മേലാഞ്ഞിട്ടാ. ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലി, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1379 ഖണ്ഡിക വായിക്കണം. രോഗികൾക്ക് ഇത് എങ്ങനെ അത്ഭുതമായി മാറുന്നു എന്നുള്ളതിന്റെ വിശദീകരണമാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധ പ്രൊട്ടസ്റ്റന്റ് പ്രഭാഷകനായ ബെന്നിഹിൻ, ഭയങ്കര ഹീലിംഗ് ശുശ്രൂഷകൻ, അദ്ദേഹത്തിന്റെ ഹീലിംഗ് ശുശ്രൂഷകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നു. ഞാൻ അമേരിക്കയിൽ പോയി പങ്കെടുക്കാൻ അവസരമൊക്കെ കിട്ടിയിട്ടുള്ള. അപ്പൊ അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു, എന്റെ മുഴുവൻ ക്രൂസൈഡിലും നടക്കുന്നതിലും വലിയ സൗഖ്യങ്ങളാണ് കത്തോലിക്ക സഭയിലെ, പരിശുദ്ധ സഭയിലെ ഒരു ദിവ്യ ബലിയർപ്പണത്തില് നടക്കുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താല് ബെനിഹിൻ ഓൺ യൂക്കറിസ്റ്റ് എന്നും പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെനിഹിൻ പറഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇതിന്റെ ഈ രഹസ്യം ഉള്ളതുകൊണ്ട് സാത്താൻ വർഷിപ്പുകാർക്ക് പോലും വേണ്ട ഇതല്ലേ. അവർ ചോദിക്കുകയാണ്, നിങ്ങളെ അവർക്ക് മുഴുവൻ വേണ്ടത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടിട്ട് അമേരിക്കയിലെ ന്യൂയോർക്കിലെ മൻഹാട്ടൻ സിറ്റിയിലുള്ള 4th അവന്യൂവിൽ താമസിക്കുന്ന ഗ്രിഹറി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, സത്താൻ ആരാധനക്കാർക്കൊക്കെ വിശുദ്ധ കുർബാനയിൽ ഭയങ്കര വില കൊടുത്ത് അവരിത് വാങ്ങും. എന്നാ ഗ്രിഹറി തീരുമാനിച്ചു, ഞാൻ എന്ത് ചെയ്യാം, ഇവിടുന്നെങ്കിലും ഒരു വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന സർക്കാരിയിൽ നിന്ന് അതിനെ മോഷ്ടിച്ചിട്ട്, അൽത്താരയിൽ നിന്ന് അതിനെ മോഷ്ടിച്ചിട്ട്, കീപ്പ് ചെയ്യുന്നിടത്ത് അതിനെ മോഷ്ടിച്ചിട്ട് ഇതിനെ കൊണ്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഗ്രിഹറി അങ്ങനെ പറ്റാഞ്ഞുകൊണ്ട് ഗ്രിഹറി എന്ത് ചെയ്തു, വളരെ തന്ത്രപരമായിട്ട് ഈ ബലിയർപ്പണത്തിന് എടുത്തുയർത്തുന്നതിന് ആശീർവദിക്കുക എന്നുള്ള പദം അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആശീർവാദത്തെയാണ് ഏറ്റവും, ഇപ്പൊ വിശുദ്ധ അംബ്രോസ് അതിനെ കുറിച്ച് വിശദീകരിക്കാൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ആശീർവദിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഗ്രിഹറി തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ കടയിൽ പോയി ഇത് വാങ്ങാൻ കഴിവുള്ള സ്ഥലത്ത് പോയി ഇതിനെ വാങ്ങിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രിഹറി മൻഹാട്ടനിലുള്ള ഗ്രിഹറി തീരുമാനിച്ചെല്ലാം കൊണ്ട് കൊടുത്തേച്ച് സത്താൻ വർഷിപ്പുകാരൻ ഇത് മേടിച്ച അകത്തോട്ട് കൊണ്ടുപോയി കാശുമായിട്ട് ഇപ്പൊ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് ഗ്രിഹറി നോക്കിയിരിക്കുമ്പോ ഗ്രിഹറിയെ അവര് പിടിച്ചോണ്ട് പോയി അകത്തേക്ക്. അവര് ചോദിച്ചു, നീ എവിടുന്നാ ഇത് കിട്ടി? അപ്പൊ സാത്താൻ വർഷിപ്പുകാരൻ ഗ്രിഹറിയോട് പറയുകയാണ്, നിനക്ക് ഈ വിഷയത്തിൽ ഞങ്ങളെ പറ്റിക്കാൻ കഴിയുകയില്ല. ഇത് ആശീർവദിക്കുന്നതിന് മുമ്പുള്ള അപ്പമാ, ഇതിൽ പ്രസൻസ് ഇല്ല, ഇത് വെറും അപ്പമാണ്. പിശാച് ബാധിച്ചവൻ അറിയായത്. ഗ്രിഹറിയുടെ ഈ വാർത്ത വളരെ പ്രസിദ്ധമായതാണ്. ഞാൻ പറഞ്ഞത്, ഇന്ന് വീണ്ടും ഈശോയെ ക്രൂശിക്കുകയാണോ? അല്ല. ഒരിക്കലായി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി ഇന്ന് സന്നിഹിതമാവുകയാണ് ഓരോ ബലിയർപ്പണത്തിലും. ഈ ബലിയർപ്പണത്തിന്റെ ഐശ്വര്യം ഇന്ന്, എന്റെ പ്രിയ സഹോദരങ്ങളെ, ലോകമെമ്പാടും നമ്മളായിരിക്കുന്നു. ഞാൻ ആ ഒരു പാരഗ്രാഫാണ് ജസ്റ്റ് ഒന്ന് തപ്പിയത്. അതായത്
മരിച്ചു മൺമറഞ്ഞു പോയവർക്ക് പോലും ബലിയർപ്പണത്തിന് ഐശ്വര്യം സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് സഭയുടെ വിശ്വാസം. ദൂരദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പോലും നമുക്കിന്നിവിടെ ബലി അർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല, രാവിലെ ബലിയർപ്പണത്തിൽ പങ്കാളിയാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ബലിയർപ്പണത്തിന്റെ ഐശ്വര്യം വിശ്വാസത്താൽ ഭവനത്തിൽ ഇരുന്ന് സ്വീകരിക്കാൻ കഴിയും. അത്രയ്ക്കൊരു മാർമിക രഹസ്യം അതിനകത്തുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യം വ്യാപരിക്കട്ടെ, അതിന്റെ സൗഖ്യം വ്യാപിക്കട്ടെ, അതിന്റെ സമാധാനം വ്യാപരിക്കട്ടെ. ഈശോയുടെ ശരീരത്തിന് മുഴുവൻ ഐശ്വര്യവും പ്രായോഗികത്തിൽ വരട്ടെ. നമ്മുടെ ഡിപ്രഷനിലേക്ക് ഈശോയുടെ ബലിയർപ്പണത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. നമ്മുടെ വൂൺസിലേക്ക് ഈശോയുടെ ബലിയർപ്പണത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. നമ്മുടെ പാരമ്പര്യ രോഗങ്ങളിലേക്ക് ഈശോയുടെ ബലിയുടെ ശക്തി പ്രായോഗികമായി വ്യാപിക്കട്ടെ. ആ പദമാണ്, അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. അത് കുരിശിലെ ബലിയുടെ ഫലം പ്രായോഗികത്തിൽ കൊണ്ടുവരുന്നു, പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. റിസീവ് ഇറ്റ്. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കരം ഉയർത്തി സ്വീകരിച്ചു. എന്റെ മകന് വേണ്ടി ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. ഓരോ മക്കളെ സ്വീകരിച്ചു. കരം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തെ സ്വീകരിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തെ സ്വീകരിച്ചു. കർത്താവേ, ശരീരരക്തങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇത് പറയുമ്പോ തന്നെ ഇതിന്റെ ഐ ക്യാൻ സെൻസ്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഇന്ന് അർപ്പിച്ചത് ഒരു പുരോഹിതനാ, പക്ഷെ അവിടെ അർപ്പിക്കപ്പെടുന്നത് ക്രിസ്തു എന്ന പുരോഹിതനാണ്. അർപ്പണ വസ്തുവും അർപ്പിതനും ക്രിസ്തു എന്ന പുരോഹിതനാണ്. ഹല്ലേലൂയ. നിത്യപുരോഹിതൻ, എന്നേക്കും പുരോഹിതൻ, സ്വർഗത്തിലെ ദേവാലയത്തിൽ നിത്യമായി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നേക്കും ശുശ്രൂഷകനായിരിക്കുന്നവൻ, ഇനി എന്നേക്കും പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും അവിടുത്തെ പൗരോഹിത്യവും ശുശ്രൂഷയും ബലിയർപ്പണവും തുടരുകയാണ്. ആ ബലിയർപ്പണത്തോടാണ് ഭൂമിയിലെ സഭ ചേരുന്നത്, യോജിക്കുന്നത്, ഒന്നാകുന്നത്. അപ്പൊ അവിടെ മരിച്ച വിശുദ്ധര് ചേർന്ന് വരികയാണ്. സഹന സഭയിലെ വിശുദ്ധര് ചേർന്ന് വരും, വിജയസഭയിലെ വിശുദ്ധര് ചേർന്ന് വരികയാണ്. അങ്ങനെ ഒത്തൊരുമിച്ചുള്ള വിശ്വാസം 2000 വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരു വലിയ സമൂഹത്തോട് ചേർന്നാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിലാണ് സഭയുടെ നടുത്തളം ആരും ഇരിക്കാതെ തുറന്നിടുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടെന്ന് തോന്നുന്നു. സഭയുടെ നടുത്തളം, പള്ളിയിലെ നടുത്തളം നോക്കിയാൽ മതി. നടുത്തളം എപ്പോഴും തുറന്നിടുന്നതിന്റെ തന്നെ ഉദ്ദേശം അവിടെ വിശുദ്ധരായവരുടെ ആത്മാക്കൾ വരുന്നു എന്ന വിശ്വാസമാണ്. വിശ്വാസമല്ല, അത് വചനത്തിന്റെ സത്യമാണ്. അതായത് ഹെബ്രായർ 12:1 ചോദിക്കുന്നത്, നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമ്മുടെ ചുറ്റിനും നിൽക്കുന്നുണ്ട്. ഹെബ്രായർ ലേഖനം 12 താഴോട്ട് പറയുക, സ്ഥൂലമായതും തീകത്വമായ പർവ്വതം, വാക്കുകളുടെ ശബ്ദം, ഗുരുട്ട്, മിന്നൽപ്പെണ്ണ് എന്നിവയ്ക്ക് അടുക്കലേക്ക് അല്ലല്ലോ നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്, പിന്നെയോ ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്കാണ് നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്. ഓരോ തവണ ബലിയർപ്പിക്കപ്പെടുമ്പോഴും അവിടെ വിജയസഭയും സഹനസഭയും സമരസഭയും എല്ലാം യോജിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ആ ബലിയർപ്പണത്തിൽ പങ്കാളി. പൗലോസ് സ്ലീഹയോട് ചേർന്ന്, പത്രോസ് സ്ലീഹയോട് ചേർന്ന്, യോഹന്നാൻ സ്ലീഹയോട് ചേർന്ന്, യാക്കോബ് സ്ലീഹയോട്, ഓ മൈ ഗോഡ്, അവിടെ നമ്മൾ ഇന്ന് ഐശ്വര്യം സ്വീകരിക്കുന്നത്. പ്രാർത്ഥിക്കാമേ. ഇത്തിരി നീട്ടുന്നു. കർത്താവേ, ഇത്രയും വലിയൊരു ഇതിന്റെ ഒരു ചൈതന്യം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പകരണമേ കർത്താവേ. ഹല്ലേലൂയ. ദ ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ആ ശരീര രക്തങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് സ്വീകരിപ്പാനുള്ള വരദാനം തന്നിരിക്കുന്നതിനായിട്ട് സഭയോട് ഐക്യപ്പെടുമ്പോൾ ഞങ്ങൾ ഈശോയുടെ ശരീര രക്തവുമായിട്ട് ഐക്യപ്പെടുന്നത് ഞങ്ങൾ അറിയുന്നു. അത് സന്നിഹിതമാവുന്നല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയോ ഞങ്ങളെ നിക്ഷിപ്തമാക്കിയ ദൈവിക അധികാരമോ ഒന്നും അല്ല കർത്താവേ. അങ്ങയുടെ പരിശുദ്ധ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഐശ്വര്യം ഇന്ന് ഇറങ്ങട്ടെ. ബലഹീനമല്ലാത്ത അവിടുത്തെ ശരീരം ബലഹീനമായ ഞങ്ങളുടെ ശരീരത്തോട് ഇടിക്കട്ടെ. കറപ്റ്റഡ് അല്ലാത്ത അവിടുത്തെ ബ്ലഡ് കറപ്റ്റഡ് ആയ ഞങ്ങളുടെ ബ്ലഡിലേക്കും ഞങ്ങളുടെ സോൾ, ബോഡി, സ്പിരിറ്റിലേക്കും, ഞങ്ങളുടെ ഡ്യുവലിറ്റിയിലേക്കും, ഞങ്ങളുടെ ട്രൈക്കോട്ടമിയിലേക്കും യേശു നാമത്തിൽ വ്യാപിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയങ്കരമായിട്ട് ഈ കൃപ ഞങ്ങളിലേക്ക് ചൊരിയുന്നതിനായിട്ട് നന്ദി. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം മരടുമാറാകണമേ. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.